ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് പോരാട്ടം 2025 മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. കേരളത്തിലാകെ ഒരു ഉത്സവ ഛായയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മണിമല ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുണ്ടാവും. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടക്കാതെ പോയിട്ടുണ്ടാവും. ആ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചർച്ച ചെയ്യപ്പെടാം. ഭാവിയിൽ മണിമല പഞ്ചായത്ത് എന്താണ് എന്നുകൂടി നമുക്ക് ചർച്ച ചെയ്യപ്പെടാം. അത് ജയിച്ചു വരുന്ന എല്ലാ മെമ്പർമാർക്കും പ്രസിഡന്റിനടക്കം ഈ മണിമല പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തുന്നതിന് ഇതൊരു കാര്യമായി മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തികളെ പ്രേക്ഷകർക്കായി ഞാനൊന്ന് പരിചയപ്പെടുത്താം. മണിമല പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ ജെയിംസ് പി സൈമൺ, സ്വാഗതം. പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് PJ ജോസഫ് കുഞ്ഞ്, സ്വാഗതം. LDFനെ പ്രതികരിച്ച് ബിനോയ് വർഗീസ്, സ്വാഗതം. UDFനെ പ്രതികരിച്ച് സാലു മാത്യു, സ്വാഗതം. NDA പ്രതികരിച്ച് അശ്വതി ദേവി, സ്വാഗതം. കൂടാതെ ഇവിടെ പങ്കെടുക്കുന്ന പ്രതിപക്ഷ ഭരണപക്ഷ മെമ്പർമാരെയും മണിമലയിലെ പ്രിയപ്പെട്ട വോട്ടർമാരെയും ദൃശ്യയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ 5 വർഷക്കാലം മണിമല ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നു കാണാം. കുറേ വികസന പ്രവർത്തനങ്ങൾ മനസ്സിലുണ്ടായത് നടക്കാതെ പോയി കാണാം. മണിമല പഞ്ചായത്തിൽ 3 വർഷക്കാലം പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ മെമ്പറായി തുടർന്നു. വീണ്ടും മത്സരത്തിലേക്ക് കടക്കുന്ന ജെയിംസ് പി സൈമൺ കഴിഞ്ഞ 5 വർഷക്കാലത്തെക്കുറിച്ച് ചെറുതായി ഒന്ന് പ്രതിപാദിക്കണം. എല്ലാവർക്കും നമസ്കാരം. മണിമല ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോഴത്തെ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് ഈ 5 വർഷക്കാലം സാക്ഷ്യം വഹിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. ഈ പഞ്ചായത്ത് ഭരണസമിതി ചുമതലയേറ്റ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായും നേരിടേണ്ടി വന്നത് കോവിഡ് മഹാമാരിയാണ്. മുൻ ഭരണസമിതിയുടെ കാലത്ത് കോവിഡ് മഹാമാരിയുടെ ആദ്യഘട്ടം വ്യാപനമുണ്ടായ സമയത്ത് നിഷ്കാമകർമ്മികളെ പോലെ നോക്കിയിരുന്ന ആ ഭരണസമിതിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസകരമായി ചികിത്സ ലഭ്യമാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കരിക്കാട്ടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കരിക്കാട്ടൂർ ഗവൺമെൻറ് സ്കൂളിൽ DCC പ്രവർത്തനം ആരംഭിച്ചു. 164ഓളം രോഗികൾ അവിടെ ചികിത്സ തേടി സുഖം പ്രാപിച്ചു പോയ സന്തോഷകരമായ അനുഭവം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. രണ്ടാമത് വന്നത് മഹാപ്രളയമാണ്. ആ പ്രളയം നമ്മുടെ നാട്ടിൽ കാര്യമായ കെടുതികൾ വാരിവിതറിയില്ലെങ്കിലും ചില പ്രത്യേക പ്രദേശങ്ങൾ, ഇവിടെ നമ്മുടെ വേവറ പാലമടക്കം രാമനാനി പ്രദേശമടക്കം ഉള്ള താരതമ്യേന താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറി നാശനഷ്ടമുണ്ടായെങ്കിലും അവിടെ ആളുകൾക്ക് അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ വ്യാപാരികൾ, നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് വെള്ളം കയറി അവിടെ കടകളിൽ നാശനഷ്ടം സംഭവിച്ച ആളുകൾക്ക് വാടക ഇളവ് ചെയ്ത് കൊടുക്കുന്ന അടക്കമുള്ള മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൂട്ടിക്കലാണ് നമ്മുടെ ഈ പ്രളയം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തൊരു സ്ഥലം. ആ പ്രദേശത്ത് ഈ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ നമ്മുടെ പഞ്ചായത്തിലെ കുടുംബശ്രീ സംവിധാനത്തെ ആകെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 7 ലക്ഷം രൂപ അവരിൽ നിന്ന് സമാഹരിച്ച് മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തി ആ വീട് നിർമ്മിച്ചതിൻ്റെ താക്കോൽദാനം നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ്. ആരോഗ്യ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. മുക്കടയിൽ വർഷങ്ങളായി വാടക കെട്ടിടത്തിലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു ഹോമിയോ ആശുപത്രിക്ക് ഈ കാലയളവിൽ നമുക്ക് കെട്ടിടം നിർമ്മിച്ച് കൊടുക്കാൻ കഴിഞ്ഞു. UDFൻ്റെ ഭരണകാലത്ത് ഒരു MD ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു മാന്യദേഹം അദ്ദേഹത്തിൻ്റെ വസ്തു സൗജന്യമായി പഞ്ചായത്തിന് പ്രമാണം ചെയ്ത് കൊടുത്തതാണെന്നാൽ MLA അതിന് 60 ലക്ഷം രൂപ അതിനു വേണ്ടി അനുവദിക്കുകയും ചെയ്തെങ്കിലും ആ കാര്യങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ നടന്നിരുന്നില്ല. ഈ ഭരണസമിതി വന്നതിന് ശേഷം വളരെ മനോഹരമായൊരു കെട്ടിടം അതിനുവേണ്ടി പൂർത്തീകരിച്ച് ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനം അതിലേക്ക് മാറ്റി. ആയുർവേദ ആശുപത്രിക്ക് ഇവിടെ പുതിയ കെട്ടിടം, അത് നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പുതിയ സംവിധാനം ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിക്ക് 2 ആശുപത്രികൾ നമുക്കിവിടെയുണ്ട്. മണിമല PSCയിൽ അവിടെ ഭൗതിക സാരങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി മികച്ച അവിടെ ആശുപത്രിയുടെ കെട്ടിടം പൂർത്തീകരിച്ചു. ഇപ്പോൾ ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗപ്പെടുത്തി നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള
3 കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം അതിൻ്റെ നിർമ്മാണ പുരോഗതിയിലാണ്. കരിക്കാട്ടൂർ ഗവൺമെൻറ് ആശുപത്രിയുടെ പഠിക്കലും പൊന്തമ്പഴയിലുള്ള കരിക്കാട്ടൂർ PSCയുടെ കോമ്പൗണ്ടിലും ആലപ്പുഴയിലെ സബ് സെൻ്ററുമെല്ലാം അതിൻ്റെ ഭാഗമായി നമ്മൾ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന കൂവക്കാവ് ഗവൺമെൻറ് സ്കൂൾ പോലെയുള്ള സ്കൂളിന് നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ RMSA ഫണ്ട് ഉപയോഗപ്പെടുത്തി 60 ലക്ഷം രൂപ നമ്മൾ ചെലവഴിച്ച് ഏറ്റവും മനോഹരമായ ഒരു 4 നില കെട്ടിടം അതിനുവേണ്ടി പൂർത്തീകരിച്ച് അവിടേക്ക് അധ്യയനം മാറ്റുന്ന നില വന്നു. ആലപ്പുഴ ഗവൺമെൻറ് LVLP സ്കൂളിനും പുതിയ കെട്ടിടം MLA ഫണ്ടിൽ നിന്നും സർക്കാർ അനുവദിച്ച ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങൾ വന്നു. ഇപ്പോൾ പുതിയ ഒരു കെട്ടിടത്തിന് വേണ്ടി 6 കോടി രൂപയോളം പുതുതായി അനുവദിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി വരുമ്പോൾ മെച്ചപ്പെട്ട നിലയിലൊക്കെ കാര്യങ്ങൾ വരികയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ. മറ്റൊന്ന് നമ്മുടെ റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റോഡുകളുടെ നവീകരണത്തിന് വേണ്ടി ഈ കാലയളവിൽ നമുക്ക് ഏതാണ്ട് 7 കോടിയിലധികം രൂപ ചെലവഴിക്കാൻ പറ്റി. വിവിധ കാലഘട്ടങ്ങളിലായി 7 കോടിയിലധികം രൂപ ചെലവഴിച്ചപ്പോൾ ചില ഗ്രാമീണ റോഡുകൾ ചില പ്രയാസങ്ങളുണ്ട്. നിങ്ങളിവിടെ ഒരുപക്ഷെ വിമർശനപരമായി ചൂണ്ടിക്കാണിക്കാൻ ഇടയുള്ള കാര്യം, അവിടെ നമ്മുടെ ജലജീവൻ മിഷൻ്റെ പൈപ്പ് ലൈൻ കുഴിച്ചിട്ടതുമായി ബന്ധപ്പെട്ട് ചില റോഡുകൾ വെട്ടിപ്പൊളിക്കുകയും സമയബന്ധിതമായി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ കരാറുകാരൻ പൂർത്തീകരിക്കാത്ത മൂലം ചില റോഡുകളിൽ ചില പ്രയാസങ്ങളുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. എങ്കിലും ആ കാര്യത്തിൽ ജാഗ്രതയോടുകൂടി ഇടപെടാനും ഇവിടെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. മറ്റൊന്ന് ലൈഫ് ഭവന പദ്ധതിയാണ്. ലൈഫ് ഭവന പദ്ധതി UDF പഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ പഞ്ചായത്തിലിരുന്ന സമയത്ത് ഈ ഏറ്റവും ദരിദ്രനാരായണന്മാരായിട്ടുള്ള സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ചില കോളനി പ്രദേശങ്ങളടക്കമുള്ള മേഖലകളിൽ അത്തരം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പോലും കേവലം 35 വീടുകളാണ് ആ ഗുണഭോക്തൃ പട്ടികയിൽ UDFൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നത്. LDFൻ്റെ ഭരണകാലത്ത് അതിൻ്റെ എണ്ണം 331 വർദ്ധിച്ചു. 221 ആളുകൾ വീട് മാത്രം വേണ്ടവരും 110 ആളുകൾ വീടും സ്ഥലവും വേണ്ടവരും എന്ന നിലയിൽ അവരെ കൃത്യമായി സ്ക്രീനിങ്ങിലൂടെ അത് തിരഞ്ഞെടുക്കാനും അതിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ കൃത്യതയോടുകൂടിയുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടാകുകയും നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 331 ആളുകളിൽ 121 ആളുകൾ വീടിൻ്റെ ആദ്യ ഗഡു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു. മറ്റാളുകളെല്ലാം എഗ്രിമെൻ്റ് വെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരികയാണ്. പ്ലാൻ ഫണ്ട് എത്ര ശതമാനം ഉപയോഗിക്കുവാൻ കഴിഞ്ഞു? പ്ലാൻ ഫണ്ട് കഴിഞ്ഞ 5 വർഷക്കാലവും ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങളിലൊന്നായി നമുക്ക് പറയാൻ കഴിയുന്നത് UDF ഭരണകാലത്ത് പദ്ധതികളെല്ലാം സ്പിൽ ഓവർ ആകുകയായിരുന്നു. നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണസമിതി വന്ന കാലത്ത് കഴിഞ്ഞ 5 വർഷവും തുടർച്ചയായി 100% പദ്ധതി വിഹിതം ചെലവഴിക്കുന്ന ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തുകളുടെ പട്ടികയിലേക്ക് മണിമല പഞ്ചായത്തിനെ കൈപിടിച്ചുയർത്താൻ നമുക്ക് കഴിഞ്ഞു. ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങളൊന്നായിട്ടത് കാണുകയാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം എത്രത്തോളം ഉയർത്താൻ കഴിഞ്ഞു? ഹരിതകർമ്മസേനാംഗങ്ങൾ 2 ആളുകൾ ഈ സദസ്സിൽ നമ്മളോടൊപ്പം ഉണ്ട്. ഹരിതകർമ്മസേന ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ആദ്യഘട്ടത്തിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളുമായി ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവർക്കൊട്ടേറെ അവജ്ഞയും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നെങ്കിലും ഹരിതകർമ്മസേനയോടൊപ്പം എന്നൊരു പരിപാടി പ്ലാൻ ചെയ്ത് നമ്മുടെ ജനപ്രതിനിധികളടക്കം ഹരിതകർമ്മസേനാംഗങ്ങളോടൊപ്പം വീടുകൾ കയറി ഇറങ്ങി അവർക്ക് വേണ്ടുന്ന പിൻബലം കൊടുക്കാൻ, അവർക്ക് വേണ്ടുന്ന മാനസികമായും മറ്റു തരത്തിലുള്ള സപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ട് അവരെ നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മുടെ ഹരിതകർമ്മസേനാംഗങ്ങൾ ഏതാണ്ട് ഒരു 10, 12, 13 വാർഡുകളോളം 100% യൂസർ ഫീ പിരിക്കുന്ന നിലയിലൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് ഇവിടെ തുമ്പൂർമൊഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ട്. ഇവിടെ നമ്മുടെ കടകളിലെ ജൈവ മാലിന്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. MCF താൽക്കാലിക അടിസ്ഥാനത്തിൽ മണിമല മാർക്കറ്റിനകത്തെ കെട്ടിടത്തിൽ ഇപ്പോൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പുതിയ സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് അതിൻ്റെ സ്ഥിരം സംവിധാനത്തിലേക്ക് അത് മാറ്റാനുള്ള പ്രവർത്തനം നടക്കുന്നു. ഈ തുമ്പൂർമൊഴിയിലെ ഈ മറ്റേ വളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അതിൻ്റെ സ്ലറി വളമായി പാക്ക് ചെയ്ത് കഴിഞ്ഞ നമ്മുടെ മണിമല പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെ സ്റ്റാളുകൾ അനുവദിച്ച സമയത്ത് അവിടെ കുടുംബശ്രീയുടെ ഒരു സ്റ്റാൾ അനുവദിക്കുകയും അവരത് വിറ്റ് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതിലൊക്കെ കാര്യങ്ങൾ വന്നു. എല്ലാം വളരെ ഭംഗിയായി നടക്കുന്നു എന്നാണ് പൊതുവിൽ. അതിദരിദ്രരുടെ പട്ടികയിൽ നമ്മളുടെ ഇടയിൽ ഇടം കണ്ടോ? അതിദരിദ്രരായിട്ടുള്ള ആളുകളെ 5 ആളുകളെയാണ് നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ കണ്ടെത്തിയത്. അത് വളരെ കൃത്യമായ സ്ക്രീനിങ്ങിലൂടെ വളരെ വളരെ സത്യസന്ധമായ നിഷ്പക്ഷമായ ഒരു സർവേ നടത്തിയിട്ടാണ് 5 ആളുകളെ അതിൽ കണ്ടെത്തത്. നമ്മുടെ ഈ മണിമല മാർക്കറ്റിലെ 1-ാം വാർഡിൽ നമ്മുടെ മാർക്കറ്റിനകത്ത് അന്തി ഉറങ്ങിയിരുന്ന ഒരു രാമേന്ദ്രൻ ചേട്ടനടക്കം നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലെ 5 ആളുകളാണ് ആ പട്ടികയിൽ ഇടം പിടിച്ചത്. അവരുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതികൾ, അവർക്ക് ചെറിയ കടകൾ ആരംഭിക്കാനും മറ്റു തരത്തിലുള്ള സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കാനും അതുവഴി അവരുടെ ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്താനുമുള്ള മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. മാതൃകാപരമായി ആ പ്രവർത്തനം നടത്താൻ നമുക്ക് കഴിഞ്ഞു വന്നതും അഭിമാനകരമായ. വരാം. ജോസഫ് സാർ, വലിയ വികസന പ്രവർത്തനമാണ് പ്രസിഡന്റ് ഇവിടെ അവകാശപ്പെടുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തെ? കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രസിഡന്റ് അവകാശവാദങ്ങൾ പലതും പൊളിയാണ്. കാരണം പരസ്പരം ധാരണയില്ലാത്തതും പരസ്പരം കലഹിച്ചും കഴിയുന്ന ഒരു ഭരണസമിതിയായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം, ഞങ്ങളെ ഭരണസമിതിയിൽ 4 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഭരണകക്ഷിയിൽ 11 പേരുണ്ട്. ഇതിൽ പ്രതിപക്ഷത്ത് അപ്പോൾ ഇതിൽ
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആളാണ്, UDF ആളാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇവർ വിലയിരുത്തേണ്ടതാണ്. അതിൽ നിന്ന് തന്നെ ഇവരിലെ അനൈക്യം അവർ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നതാണോ? അഡ്ജസ്റ്റ്മെൻറ്റും അല്ല. അപ്പോൾ അത് ഒന്ന്, ഈ അനൈക്യം പഞ്ചായത്തിൻ്റെ ഭരണത്തെയും വികസനത്തെയും സാരമായി ബാധിച്ചു. 100% ചിലവഴിച്ചു എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൻ്റെ വികസന ഫണ്ട് എന്ന് പറയുന്നത് പ്ലാൻ ഫണ്ടുണ്ട്. ആ പ്ലാൻ ഫണ്ടിൽ തന്നെ ജനറൽ വിഭാഗത്തിനും SC വിഭാഗത്തിനുമുണ്ട്. അതുകൂടാതെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ്റെ CFCയുടെ ഫണ്ട് ഏകദേശം 1 കോടി രൂപയോളം വരുന്നുണ്ട്. ഇത് കൂടാതെ മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്ന് പറയുന്നത് 2 കോടി രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ഈ 100% ചിലവഴിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് 100 രൂപയാണെന്ന് വിചാരിക്കുക. സർക്കാർ പറയുന്നത് 110% പ്രോജക്റ്റ് ഉണ്ടാക്കുക, തരുന്നത് 75 രൂപ. അപ്പോൾ ഇത് 100%ആയിട്ട് കാണും. അങ്ങനെയാണ് ഈ ഒരു പഞ്ചായത്തല്ല, എല്ലാ പഞ്ചായത്തിലും 100%, 99%, 98% ഒക്കെ വിജയം കരുതാൻ കിട്ടും. അപ്പോൾ മണിമല പഞ്ചായത്തിന് എടുത്തു കാണിക്കത്തക്ക ഒരു നേട്ടമായിട്ട് ഇതിനെ കാണുന്നില്ല. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഈ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇനത്തിൽ എത്ര സ്പിൽ ഓവർ ഉണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു മെയിൻ്റനൻസ് ഗ്രാൻഡ് 2 തരത്തിലാണ് വിഭജിക്കപ്പെടുന്നത്. ഒന്ന് റോഡുകൾക്ക് വേണ്ടിയും നോൺ റോഡുകൾക്ക് വേണ്ടി, അതായത് വിട്ടുകിട്ടിയ ഘടകസ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളുടെ മെയിൻ്റനൻസിന് വേണ്ടിയാണ് വിനിയോഗിക്കുക. ഈ കാലഘട്ടങ്ങളിലൊന്നും തന്നെ 50, 55, 60% കൂടുതൽ ചിലവഴിച്ചതായിട്ട് കാണുന്നില്ല. ഈ വർഷം സ്പിൽ ഓവറുണ്ട്. കഴിഞ്ഞ വർഷത്തെ റോഡ് വർക്കുകൾ മുഴുവൻ അവശേഷിക്കുകയാണ് തീരുവാൻ. അത് ഈ കമ്മിറ്റിയുടെ കെടുകാര്യസ്ഥതയാണ്. തമ്മിൽ പരസ്പര ധാരണയില്ല. അതുപോലെ തന്നെ UDF കാലഘട്ടത്തിൽ ആണ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പണിത്. അന്ന് കെട്ടിടം പണിതപ്പോൾ ഈ കെട്ടിടം ബിൽഡിംഗ് റൂൾ അനുസരിച്ചല്ല പണിത് എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും ചെയ്ത ആളുകൾ തന്നെ അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു നില പണിതു. അതെപ്രകാരം സാധിച്ചു? അപ്പോൾ ഇതിന് കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ ഭരിക്കുമ്പോൾ എല്ലാം തെറ്റ്, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എല്ലാം തെറ്റ്, ഞങ്ങൾ ഭരണപക്ഷത്ത് വരുമ്പോൾ എല്ലാം ശരി. ഈ ഒരു സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്കറിയാം, ഈ വികസനത്തെക്കുറിച്ച് മറ്റൊന്നും വേണ്ട, ചുറ്റുവട്ടം ഒന്ന് കണ്ണോടിച്ചാൽ മതി. എത്രയോ കാലങ്ങളായിട്ട് ഞാൻ കയറിയ സമയം മുതൽ ആവശ്യപ്പെടുന്നതാണ്. ഇവിടെ 3-4 സ്ഥാപനങ്ങളുണ്ട്. ഈ ചള്ളക്കുഴി ചവിട്ടി വേണം, പഞ്ചായത്തിൻ്റെ കെട്ടിടമാണ് KSFയിലേക്ക് വരുവാനായിട്ട്, ആയുർവേദ ആശുപത്രിയിലേക്ക് വരുവാൻ. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി ഇവിടെ തെന്നി വീണു ചള്ളയിൽ. ഇത് നന്നാക്കണം എന്ന് പറഞ്ഞ് എല്ലാ വർഷവും 5 ലക്ഷം രൂപ വയ്ക്കും. സമയമാകുമ്പോൾ ഇതെടുത്ത് മാറ്റും. ഈ വർഷം കർശനമായിട്ട് നമ്മൾ ഇടപെട്ടത് കൊണ്ട് 4 ലക്ഷം രൂപ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ആദ്യ തൊട്ട് 5 ലക്ഷം രൂപ വെച്ചിരുന്നെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് ഇവിടെ ആളുകൾക്ക് ചള്ള ചവിട്ടി ഇവിടെ വരേണ്ട ഗതികേടുണ്ടാവത്തില്ല. അതുപോലെ ഒന്നും പൂർത്തീകരിക്കുകയില്ല. നിങ്ങൾ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാകും. ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നൊരു പദ്ധതി അതിൽ നിന്ന് എവിടെ നിൽക്കുകയാണ്? കേവലം 800 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു കെട്ടിടത്തിന് ഇപ്പോൾ 48,50,000 രൂപ ചിലവായി. ഇനിയും എത്ര രൂപ കൂടി ചിലവഴിച്ചാൽ മാത്രമേ ആ ചുറ്റുവട്ടം ഒന്ന് വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ. ഇതൊന്ന്. പിന്നെ സ്റ്റേഡിയത്തെ സംബന്ധിച്ച് MLA 1 കോടി രൂപ മുടക്കിയതാണ്. MLA ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇതിന് ചുറ്റും വേലി കെട്ടി ഇത് മനോഹരമാക്കി തീർക്കുക, എല്ലാ ഇവൻറ്റുകളും ഇവിടെ നടത്താൻ പറ്റും. പദ്ധതി വന്നപ്പോഴത്തേക്കിന് എന്താണ്, സെവൻസ് മാത്രം കളിക്കാവുന്ന ഒരു ടർഫായിട്ട് മാറി. ഇവിടെ പെരുന്നാൾ കാലഘട്ടങ്ങളിലെ ഉത്സവ കാലഘട്ടങ്ങളിൽ ഒത്തിരി ഇവൻറ്റുകളൊക്കെ ആളുകൾ വന്ന് വാടകയ്ക്ക് എടുത്തുകൊണ്ടിരുന്നതാണ്. അത് മുഴുവൻ നഷ്ടപ്പെട്ടു. പഞ്ചായത്തിൻ്റെ വരുമാനം കുറഞ്ഞു. ഇവിടെ MCFനെ കുറിച്ച് പറഞ്ഞു. മണിമല മാർക്കറ്റ് എന്ന് പറയുന്നത് പുരാതന കാലം മുതൽ അറിയപ്പെടുന്ന ഒരു മാർക്കറ്റായിരുന്നു. ആ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് അങ്ങോട്ട് കടന്നു നോക്കിയാൽ മനസ്സിലാവും. അവിടെ കൊണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അന്ന് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടപ്പോഴും താൽക്കാലിക സംവിധാനം എന്നാണ് പറഞ്ഞത്. താൽക്കാലിക സംവിധാനത്തിന് 5 വർഷം വേണം. സർക്കാർ പറയുന്നുണ്ട്, നിങ്ങൾ പുറംപോക്കുകൾ കണ്ടെത്തുക, പാട്ടത്തിന് സ്ഥലമെടുക്കാം, ഒന്നുമല്ലെങ്കിൽ വിലക്കെടുക്കാം എന്ന നിർദ്ദേശങ്ങൾ വന്നിട്ട് ഈ 5 വർഷക്കാലമായിട്ട് ഇതിനുവേണ്ടി സ്ഥലം കണ്ടെത്തുവാനായിട്ടോ MCF ഈ മണിമലയിൽ നിന്ന്, കാരണം ഒരു പ്രദേശത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ സംഭവം ഇരിക്കുന്നത്. അവിടെ എത്ര 1/2 ഏക്കർ സ്ഥലമുണ്ട്. അതെന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ പറ്റും. അവിടെയൊക്കെയാണ് ഭാവനാസമ്പന്നമായ ഒരു ഭരണസമിതി ഉണ്ടെങ്കിൽ ഈ മുഖച്ഛായകൾ മാറ്റി മറിക്കുവാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, ഈ ഭരണസമിതിയുടെ കാലഘട്ടങ്ങളിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് ഈ ആശുപത്രിക്ക് ഇവിടെ കോവിഡിൻ്റെ കാര്യം പറഞ്ഞു. കോവിഡും വെള്ളപ്പൊക്കവും ഒരു ഭരണസമിതി മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം സഹകരിച്ചാണ് അതുമായി മുന്നോട്ട് പോയത്. ഈ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് സുബേഷ് പിന്നെ
എരുമേലി ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആംബുലൻസിന് വേണ്ടി തുക അനുവദിച്ചു. എന്തുകൊണ്ട് ആംബുലൻസ് ഇതുവരെ വന്നില്ല? പഞ്ചായത്ത് ഭരണസമിതി അനുകൂലമായ നിലപാട് എടുക്കാതിരുന്നത് മൂലം അത് നഷ്ടപ്പെട്ടു. MP 9.5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആംബുലൻസ് വാങ്ങുവാൻ. അതിനോടും വിമുഖതയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി കാണിച്ചത്. അതുകൊണ്ട് എന്താ നഷ്ടം വരുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. ഓക്കെ സാറിലേക്ക് വീണ്ടും വരാം. അശ്വതി ദേവി, LDFിൻ്റെയും UDFിൻ്റെയും വാദഗതികൾ കേട്ടു. BJP എന്നുള്ള നിലയിൽ എങ്ങനെ നോക്കിക്കാണുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തെ? BJPയെ സംബന്ധിച്ചിടത്തോളം BJP നോക്കിക്കാണുന്നത് പ്രധാന വിഷയം ഇവിടെ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് P. സൈമൺ സംസാരിച്ചപ്പോൾ ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തെപ്പറ്റി ഒരു വാക്കുപോലും സൂചിപ്പിച്ചിട്ടില്ല. വഴിയോര വിശ്രമ കേന്ദ്രം ഏതാണ്ട് 4 വർഷത്തിന് മുകളിലായി ആ പണി ആരംഭിച്ചിട്ട് തന്നെ. നിലവിൽ ജോസഫ് കുഞ്ഞു സാർ പറഞ്ഞത് വെച്ച് അതിലും കൃത്യമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് 63 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് ഈ വഴിയോര വിശ്രമ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് ഉള്ളത്. ഈ എസ്റ്റിമേറ്റ് ഇവരെ പരസ്യപ്പെടുത്തുവാൻ തയ്യാറാണോ? ഇപ്പോഴും നിലവിൽ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് ലെവലിൽ വീടുകൾ പണിയുമ്പോൾ ഒരു 4 ലക്ഷം രൂപ, SC വിഭാഗത്തിനാണ് 5, ST വിഭാഗത്തിനാണ് 6 ലക്ഷം രൂപ. ഈ ഒരു ക്രമത്തിലാണ് ഒരു വീടിന് ഫണ്ട് അനുവദിക്കുന്നത്. ഈ വെറും നിസ്സാരം 600 സ്ക്വയർ ഫീറ്റ്, അത് മേൽക്കൂര അതിൻ്റെ കോൺക്രീറ്റ് അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഷീറ്റ് ഇട്ട് വെച്ചിരിക്കുന്നു. അതിനകത്ത് ഈ ചെറിയ സ്ക്വയർ ഫീറ്റിൽ ഈ 63 ലക്ഷം രൂപ എങ്ങനെയാണ് ചിലവായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് വന്നതെന്ന് ഈ പറയുന്ന പഞ്ചായത്ത് ഭരണസമിതി വിശദീകരിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ വഴിയോര വിശ്രമ കേന്ദ്രം മാറ്റി നിർത്തിയാൽ നമ്മുടെ ടർഫ്, മണിമല പഞ്ചായത്തിൽ ഇതിന് പുറകിൽ കാണുന്ന ഈ ടർഫിൻ്റെ പണി ഏതാണ്ട് 1 കോടി രൂപയിൽ തീർന്ന ഒരു പ്രൊജക്റ്റാണ്. ടർഫ് നിലവിൽ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങളായും ഒപ്പം തന്നെ ഇവിടെ കായിക പരിശീലനത്തിനും വരുന്ന യുവാക്കൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയും നിർമ്മിച്ച ഒരു പ്രസ്ഥാനമാണ്. ഈ സംഭവത്തിന് ഇപ്പോൾ മെഴുകുതിരി കത്തിച്ചു വെച്ച് വൈകുന്നേരങ്ങൾ ഇവിടെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ റോഡുകളുടെ ഇപ്പം മുൻ പ്രസിഡന്റ് ജെയിംസ് P. സൈമൺ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു ചില റോഡുകൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന്. എൻ്റെ വാർഡിലെ മെമ്പറാണ് ഈ പറയുന്ന ജെയിംസ് P. സൈമൺ. എൻ്റെ വാർഡിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന പഞ്ചായത്ത് റോഡ് പോലും കൃത്യമായി പണിയുവാനും ഈ 5 വർഷത്തിനിടയ്ക്ക് എത്ര തവണ ഈ പറയുന്ന പ്രസിഡന്റ് അല്ലെങ്കിൽ മുൻ പ്രസിഡന്റ് ആ വഴികളിലൂടെ എത്തിയെന്നും വളരെ കൃത്യമായി പറയേണ്ടതുണ്ട്. പ്രസിഡന്റ് വാർഡിൽ എത്തുന്നില്ലെന്നാണ് പറയുന്നത്. പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇല്ല, മെമ്പർ ആയിരുന്നപ്പോഴും ഇല്ല. ഒരു റോഡ് പണിതാൽ ആ റോഡ് കംപ്ലീറ്റ് ആക്കുവാൻ വേണ്ട അതിൻ്റെ ഒരു ക്രമങ്ങൾ പോലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു വഴി ഒരു 10 മീറ്ററൂടെ ചെയ്തു തീർക്കാനുണ്ടായിരുന്ന ഒരു വഴി അദ്ദേഹത്തെ ഞാൻ പലതവണ വിളിച്ചിരുന്നു, മെമ്പറെ അത് ചെയ്തു തരണം. അത് ഒരു 2 ആഴ്ചക്കകം അത് തീർക്കുമെന്നാണ് മെമ്പർ പറഞ്ഞത്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു, അതിൻ്റെ പകുതി പണി തീർത്തിട്ട് അതിൻ്റെ ഒരു സൈഡ്, അതായത് പൊന്തമട മൺതറമ്പ് റോഡിൻ്റെ ഒരു സൈഡ് നിലവിൽ അപകടം വളരെയധികം അപകടങ്ങൾ, അതായത് 2 വീലർ പോകുന്നവരെല്ലാവരും ആ റോഡിൽ വീഴുകയും അപകടങ്ങൾ സംഭവിക്കും. ഞാനടക്കമുള്ളവർ 2 വീലറിൽ നിന്ന് വീണ അപകടം ഉണ്ടായതാണ്. നിരന്തരം ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇനിയിപ്പോൾ ഒരുപക്ഷെ ഫണ്ട് ആക്കി വെച്ചിട്ടുണ്ടോ അതോ ഫണ്ട് മാറിയോ എന്ന് നമുക്കറിയത്തില്ല. മറ്റൊന്ന് അതൊരു ആരോപണോ? എന്തോ ഫണ്ട് ആക്കി വെച്ചിട്ടുണ്ടോ ഫണ്ട് മാറിയോ എന്ന് ചോദിച്ചാൽ ആരോപണം തന്നെയാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടെ, ഈ പഞ്ചായത്തിലെ 8ാം വാർഡിലെ മണിമല പഞ്ചായത്ത് 8ാം വാർഡിലെ പൊന്തമട വാർഡിലെ ഒരു റോഡ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി അതിൻ്റെ ഏകദേശം 3 വർഷം മുന്നേ, അതായത് പ്രളയം ഉണ്ടായ സമയത്ത് ഒരു 14 ലോഡ് സാധനങ്ങൾ ടോറസിലിറക്കി അവിടെ അത് തൊഴിലുറപ്പിൽപ്പെടുത്തി പണിയാൻ വേണ്ടി നീക്കി വെച്ചിരുന്നു. ആ റോഡിൻ്റെ പണി ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ആ വെച്ചിരുന്ന അത് കൊണ്ടിറക്കിയിരുന്ന മുഴുവൻ സാധനങ്ങളും ഏതാണ്ട് ഒരു 2.5 ഇഞ്ചിൻ്റെ മിറ്റിലൊഴിച്ച് ബാക്കി മൊത്തം സാധനങ്ങളും കഴിഞ്ഞ കാല പ്രളയങ്ങളിൽ ഫുള്ളേ ഒഴുകിപ്പോകുമായിരുന്നു. ഇതിൻ്റെ ഫണ്ട് മാറിയിരുന്നു, ഈ ബില്ല് മാറി. ഇതാരാണ് ചെലവഴിച്ചതെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സാലി മാത്യു, കഴിഞ്ഞ 5 വർഷക്കാലത്തെക്കുറിച്ച് LDF പറഞ്ഞതും BJPയുടെ പ്രതിഷേധവും ഒക്കെ കേട്ടു. UDF എന്നുള്ള നിലയിൽ എങ്ങനെ നോക്കിക്കാണുന്നു? UDFനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇവിടെ പ്രതിപക്ഷ നേതാവുണ്ട്, UDFൻ്റെ കൺവീനറുണ്ട്, LDFൻ്റെ ഉണ്ട്, BJPയുടെ ആണ്. ഈ പഞ്ചായത്തിന് ഭരിക്കാൻ ഒരു പ്രസിഡൻ്റ് ഇല്ലേ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഇവർക്ക് 5 വർഷക്കാലം ഇവിടെ 3 പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്. ഇതിലെ 2 മുൻ പ്രസിഡന്റുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്.
നിലവിൽ മണിമല പഞ്ചായത്തിന് ഒരു പ്രസിഡന്റ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വരാത്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. അതുമല്ല, ഒരു മാസം മുമ്പ് മുൻ പ്രസിഡന്റിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഇപ്പോൾ നിലവിൽ ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും ഇതിനു മുമ്പ് ഇരുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളോ അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള പരിചയവുമില്ല. അവരാരും കോളേജ് രാഷ്ട്രീയത്തിലോ മറ്റോ ഒന്നും പങ്കെടുക്കാതെ ഇവിടുത്തെ പാതിരിമാരുടെ പ്രതിനിധികളായിട്ട് വന്നതാണെന്ന്, അതായത് തനി വർഗീയത പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണാൻ ഇടയായി. അത് പിൻവലിച്ചു. അപ്പം നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയും തേജോവധം ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവർക്കിടയിലുള്ള അനൈക്യമൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം പിന്നെ ഇവിടെ എങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടക്കും? അതുപോലെ നിങ്ങൾ ഓർക്കണം, വെറും 4 മെമ്പർമാരാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിനുള്ളത്. ആ മെമ്പർമാരിൽ ഞങ്ങളുടെ ഒരു മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. അപ്പം വോട്ട് ചെയ്യുമ്പം പോലും ഇവർക്ക് സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പോലും ഉള്ള ഒരു കഴകത്തില്ലാത്ത ഇതുപോലെയുള്ള ഒരു ഭരണ സംവിധാനം കോട്ടയം ജില്ലയിൽ ഒരു പഞ്ചായത്തിലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പരസ്പരം വിശ്വാസമില്ലാതെ എങ്ങനെ ഈ ഫണ്ടുകളും പഞ്ചായത്തിലെ ഭരണങ്ങളും മുൻപോട്ട് കൊണ്ടുപോകും? ആർക്കും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല. ആദ്യം ഭരിച്ച പ്രസിഡന്റ് പറയുന്നു, രണ്ടാമതും മൂന്നാമതും വന്ന പ്രസിഡന്റുമാർക്ക് ഒരു കാര്യവും അറിയത്തില്ല, കാര്യക്ഷമതയില്ല എന്ന് പറയുന്നു. അതുപോലെ വികസന കാര്യങ്ങളിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, MLAയുടെ 1 കോടി രൂപയുടെ ഒരു ടർഫ് ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. നമുക്ക് ഈ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ കാഞ്ഞിരപ്പള്ളി തന്നെ 2-3 ടർഫുകളുണ്ട്. അത് ഫ്ലഡ്ലിറ്റോട് കൂടിയുള്ളതാണ്. അപ്പം ഞാനവിടെ അവരോട് ഒന്ന് അന്വേഷിച്ചു, ഈ സ്റ്റേഡിയം പണിതതിന് എന്ത് ചെലവ്? ഇവിടെ നമ്മുടെ കുട്ടികൾ കളിക്കാൻ ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം, അത് സ്വകാര്യ വ്യക്തികളുടെയാണ്. അത് അവിടെ കൊടുക്കണം, അത് സമ്മതിച്ചു. അതിൻ്റെ ആ കാര്യമല്ല പറയുന്നത്. അവിടെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ആകെ ആയിട്ടുള്ളത് 60-65 ലക്ഷം രൂപയാണ്. ഫ്ലഡ്ലിറ്റോട് കൂടി ആ സ്റ്റേഡിയം അവിടെ ആ ടർഫ് ഉണ്ടാക്കിയതിന്. ഇവിടെ 1 കോടി രൂപ കൊണ്ടുവന്ന് ഈ സ്റ്റേഡിയം നിർമ്മിച്ചപ്പോൾ ഒന്ന് ഓർക്കണം, ഇത് മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന KJ ചാക്കോ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കൊണ്ടുവന്ന ഒരു വമ്പൻ സ്റ്റേഡിയമായിരുന്നു. ഇവിടെ 200 മീറ്റർ 400 മീറ്റർ ലോങ് ജമ്പ് ഇതുപോലെയുള്ള കുട്ടികൾക്ക് ഓടുവാനും ചാടുവാനും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള സംവിധാനം ഉണ്ടായിരുന്നതാണ്. അതിപ്പം മാറിയിട്ട് ഒരു കോണിലായിട്ട് ഇത് കൊണ്ടുവന്നതോടുകൂടി ആ സംവിധാനങ്ങളെല്ലാം മാറി. MLA പറഞ്ഞിരുന്നത് ഇതാണ്, ഇതിൻ്റെ ചുറ്റോട് ചുറ്റും മുഴുവൻ ഇതുപോലെ ആൾക്കാർ കയറാതെ, ജീവജാലങ്ങളൊന്നും കയറാതെ മതിൽ നിർമ്മിച്ച് ഇവിടെ ബാക്കി കാര്യങ്ങൾ ഇത് ആദ്യ കഷ്ടമാണ്, ബാക്കി ഘട്ടങ്ങൾ പുറകെ വരുമെന്നാണ്. പക്ഷേ ഇവിടെ ഇനിയും ഇതിൻ്റെ ബാക്കിയായിട്ട് എങ്ങനെയാണ് ഒരു ട്രാക്ക് നിർമ്മിക്കുന്നത്? അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടുത്തെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഈ അത്ലറ്റിക്സിലെ കുട്ടികൾ ഇനി എവിടെ പോകും? മനുഷ്യനിവിടെ ഫുട്ബോൾ മാത്രം കളിച്ചാൽ മതിയോ? അതെങ്ങനെ കളിക്കും? സ്കൂളിൽ പോകുന്ന കുട്ടികൾ എങ്ങനെ കളിക്കും? അവർ വരുമ്പോൾ 5:30-6 മണിയാവും, 6:45 സന്ധ്യയാവും. ഇവിടെ ഫ്ലഡിറ്റില്ല. അപ്പോൾ ഈ 1 കോടി രൂപ ഇതിൻ്റെ അകത്ത് വിനിയോഗിച്ചത് എന്തിലാണെന്നുള്ള ഈ നാട്ടുകാർക്കറിയാം. അതുപോലെ ഇവിടെ ലൈഫ് മിഷൻ്റെ വീടിനെ പറ്റി പറഞ്ഞു, ഏകദേശം 300 ചില്ലുവാനം വീട് ഇവിടെ നിർമ്മിച്ചു എന്നാണ് ഇവർ പറയുന്നത് 5 വർഷം കൊണ്ട്. ഈ 5 വർഷക്കാലം 300 വീട് കൊണ്ട് ശരാശരി ഒരു വാർഡിൽ 25 വീടുകൾ പൂർത്തീകരിച്ചിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരോട് ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക, നിങ്ങളുടെ വാർഡിൽ 25 വീടുകൾ പൂർത്തീകരിച്ച് എവിടെയെങ്കിലും ഒന്ന് കാണിക്കാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും സാധിക്കുമോ? പ്രതിപക്ഷത്തിനോ? കണക്കുകൾ പഞ്ചായത്തിലുണ്ടല്ലോ. എവിടെ ചുമ്മാ ഒരാൾക്ക് പറയാൻ പറ്റുമോ 350 വീട് നിർമ്മിച്ചു എന്ന്? അതാ പറഞ്ഞത്, ഈ നാട്ടിലെ ജനങ്ങൾ ഇത്രയും നിൽക്കുമ്പോഴാണ് പറയുന്നത് അത്രയും വീടുകൾ നിർമ്മിച്ചു എന്ന്. അതുപോലെ നമുക്കറിയാം, ജോസഫ് സാറും ജെയിംസ് വി സൈണും പറഞ്ഞതനുസരിച്ച് ഏകദേശം പ്ലാന്റ് ഫണ്ട്, തൊഴിലുറപ്പ് ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു 7 കോടി രൂപ അടുത്ത്, അല്ലെ ഒരു 5-നും 7-നും ഇടയ്ക്ക് ഒരു തുക ഒരു വർഷം പഞ്ചായത്തിൽ ചെലവഴിക്കണം. അങ്ങനെ വരുവാണെങ്കിൽ ഏകദേശം 25 കോടി 30 കോടി രൂപയുടെ വികസനം ഇവിടെ കാണണം. അവർ ഈ 5 വർഷം കൊണ്ട് 25 കോടി രൂപയുടെ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ അങ്ങോട്ട് ക്യാമറ ഒന്ന് തിരിച്ചാൽ കാണാം, ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആ പഞ്ചായത്തിൻ്റെ. അതിൻ്റെ ദുരവസ്ഥയൊന്ന് നോക്കുക, അതൊന്ന് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നോക്കുക. അതിൻ്റെ അകത്തോട്ട് കാല് കുത്താൻ പോലും പറ്റുകയില്ല. 2ാമത്തെ നില വർഷങ്ങളായിട്ട് അങ്ങനെ കിടക്കുക. അതൊരു വ്യക്തിക്ക് ചിലപ്പം ഇതിന് കൊടുത്തേക്കുന്ന അത് വാടകയോ വല്ലതും കിട്ടുന്നുണ്ട്, പക്ഷേ അത് നശിച്ചുകൊണ്ടിരിക്കുക. ആ കെട്ടിടം മുഴുവൻ നശിക്കുക. അവനവൻ്റെ സ്വത്ത് പോലും സൂക്ഷിക്കുവാനുള്ള ഒരു ആർജവം പഞ്ചായത്തിൻ്റെ ആ സ്വത്തുകൾ അത് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് പോലുമില്ല. അതുപോലെ സാറ് പറഞ്ഞ പോലെ ഇതിലൂടെ ഒന്ന് നടന്നു കയറാനുള്ള അവസ്ഥ, ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ വികസനം എന്ന പേരിൽ. താങ്കളിലേക്ക് വീണ്ടും വരാം. ബിനോയ് വർഗീസ്, എങ്ങനെ നോക്കിക്കാണുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തെ?
മണിമല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ LDF ഭരണസമിതി വന്നതിന് ശേഷം അഭിമാനകരമായ നേട്ടങ്ങൾ കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. നമ്മുടെ ആരോഗ്യ മേഖലയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വൻ കുതിച്ചുചാട്ടമാണ് ഈ 5 വർഷം കൊണ്ടുണ്ടായത്. ആരോഗ്യമേഖലയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 5 വർഷം മുമ്പ് നമുക്ക് ആശുപത്രികളിൽ മരുന്ന് പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം ഇപ്പോൾ തന്നെ ഇത് 1.5 കോടി രൂപയുടെ അടുത്ത് 3 ആശുപത്രികളാണ് നമുക്കുള്ളത്. പ്രധാനമായിട്ടും അലോപ്പതി വകുപ്പിൽ മണിമല FHC, പൊന്തമ്പുഴ PHC, ആലപ്പുഴ സബ് സെൻറ്റർ, അതുപോലെ തന്നെ ഒരു ആയുഷ് ഹോമിയോ ഡിസ്പെൻസറി, ഒരു ഹോമിയോ ഡിസ്പെൻസറി, അതുപോലെ തന്നെ ഒരു ആയുർവേദ ഡിസ്പെൻസറി ഇവിടെ പ്രവർത്തിക്കുന്നു. ഇവിടെയെല്ലാം സുലഭമായ മരുന്നുണ്ട്. നമ്മുടെ കോവിഡ് കാലത്തിനെ പറ്റി പരാമർശിക്കുകയുണ്ടായി. കോവിഡ് കാലത്തിന് ശേഷം മരുന്നില്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുടെ ഭരണസമിതി അധികാരമേൽക്കുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് ഗ്രാൻറ്റ്, മണിമല FHCയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ പണി പൂർത്തീകരിച്ചു. ബഹുമാനപ്പെട്ട കാഞ്ഞിരപ്പള്ളി MLA ജയരാജ് സാറിൻ്റെ ഫണ്ടിൽ വന്ന് 70 ലക്ഷം രൂപയ്ക്ക് ആ കെട്ടിടം നവീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ 3 ആശുപത്രിക്ക്, മണിമല FHCക്ക് ഒരു 55 ലക്ഷം, കരിക്കാട്ടൂർ PHCക്ക് 55 ലക്ഷം, ആലപ്പുഴ സബ് സെൻറ്ററിന് 55 ലക്ഷം, അങ്ങനെ 3 ഹെൽത്ത് ഗ്രാൻറ്റിൻ്റെ ഫണ്ടിലുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ടർഫ്, അത് ബഹുമാനപ്പെട്ട കാഞ്ഞിരപ്പള്ളി MLA 50 ലക്ഷം രൂപയും കായിക വകുപ്പിൻ്റെ 50 ലക്ഷം രൂപയും കൊണ്ടാണ് ഇത് നവീകരിച്ചത്. ഇപ്പം ബഹുമാനപ്പെട്ട MLA ഒരു 10 ലക്ഷം രൂപയും കൂടെ അതിനനുവദിച്ചിട്ടുണ്ട്. അത് ഈ സൈഡിലെ ലൈറ്റുകളും വേലിയൊക്കെ കെട്ടി അത് നവീകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഭരണസമിതിയുടെ അധികാരത്തിൽ വരുന്ന സമയത്ത് കാട് കയറിക്കിടന്ന് പശുവിനെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു ഈ സ്റ്റേഡിയം. അത് ഞങ്ങൾ നവീകരിച്ച് ആധുനിക രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള രീതിയിലാക്കി എടുത്തുപ്പോൾ. അതുപോലെ തന്നെ ഭരണസമിതിക്ക് എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. നമ്മുടെ കൂവക്കാവ് ഈ പഞ്ചായത്തിലെ ഏക SC കോളനിയോട് അനുബന്ധിച്ച് ഉള്ളൊരു സ്കൂളാണ് കൂവക്കാവ് ഗവൺമെൻറ്റിൽ. ആ സ്കൂള് ഹയർ സെക്കൻഡറി നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നു. അവിടെയും ബഹുമാനപ്പെട്ട MLA 10 ലക്ഷം രൂപ ഇപ്പോൾ ഗ്രൗണ്ടിന് വേണ്ടി സ്റ്റേഡിയം പണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി ബഹുമാനപ്പെട്ട ജയരാജ് സാറിൻ്റെ ഫണ്ട് മുഖേന ഇപ്പോൾ ആലപ്പുഴ ഗവൺമെൻറ് സ്കൂളിന് 1.25 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ വികസനത്തിൻ്റെ ഏറ്റവും നല്ല ഒരു കാലയളവായിട്ടാണ് എനിക്ക് ഈ ഞങ്ങളുടെ ഈ LDF ഭരണസമിതിയെ. വീണ്ടും താങ്കളിലേക്ക് വരാം. ജെയിംസ് പി സൈമൺ, വലിയ ആരോപണങ്ങളടക്കം ഇവിടെ ഉന്നയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ LDFൻ്റെ ഭരണസമിതിക്ക് ഒരു ഐക്യമില്ലാതാണ് പോയത്. പിന്നെ താങ്കൾക്കെതിരെ വ്യക്തിപരമായി വരെ ആരോപണം ഉന്നയിക്കാനായിട്ട് BJP തയ്യാറായി. ടർഫിൻ്റെ പണികൾക്ക് 1 കോടി രൂപ എന്ന് പറയുന്നതിന് അത്രയും ചിലവാകുമോ എന്നൊരു സംശയം അവരുടെ മനസ്സിൽ നിൽക്കുന്നു. അപ്പോൾ അതിനെല്ലാം കൂടെ ഒരു മറുപടി കഴിഞ്ഞിട്ട് നമുക്ക് ജനങ്ങളിലേക്ക് പോകാം. ഈ തമ്മിലടിയെക്കുറിച്ച് ആദ്യം തന്നെ പറയണമെന്ന് ഞാൻ കരുതിയതാണ്. അത് ഓർമ്മിച്ചതിന് ജോസഫ് സാറിന് പ്രത്യേകം നന്ദി. ഇപ്പോൾ സാങ്കേതികമായി ഇപ്പോഴത്തെ ഭരണസമിതിയുടെ കാലത്ത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം UDFിലെ ഒരു അംഗം അത് ലഭിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ 2010 മുതൽ 2015 വരെ മണിമല പഞ്ചായത്തിൽ അധികാരത്തിലിരുന്ന UDFിൻ്റെ ഭരണകാലത്ത് 6 അവിശ്വാസ പ്രമേയങ്ങൾ എവിടെ നടന്നു? കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം. ഞാൻ ആ ഭരണസമിതിയിലുണ്ട്. ആസാദ് സാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ തൊട്ട് സണ്ണിക്കുട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നവരെ 6 തവണ പഞ്ചായത്ത് പ്രസിഡന്റ് മാറി അവിശ്വാസ പ്രമേയം 6 തവണ വന്നു. നല്ല ഐക്യമായിരുന്നു, ഐക്യ ജനാധിപത്യ മുന്നണിക്ക്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഞങ്ങളെ ഐക്യം പഠിപ്പിക്കരുതെന്നുള്ള വളരെ വിനയപൂർവ്വം ഒരു അഭ്യർത്ഥന എനിക്ക് ആ കാര്യത്തിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്പിൽ ഓവർ വർക്കിനെ സംബന്ധിച്ച് ജോസഫ് സാർ പറഞ്ഞു. നമ്മൾ രാഷ്ട്രീയ മര്യാദ വെച്ചുകൊണ്ട് ഞാൻ ഈ കാര്യം പറയുകയാണ്. സ്പിൽ ഓവർ വർക്കുകൾ എടുത്തിട്ടുള്ള കരാറുകാരെ സംബന്ധിച്ച് പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മളൊരു കരാറുകാരൻ്റെ ഒരു കരാർ എടുത്താൽ സമയബന്ധിതമായിട്ട് ആ പണികൾ പൂർത്തീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം അവരുടേതാണ്. ഒരു ഇലക്ഷൻ പ്രമാണിച്ച് സമയത്തെടുക്കുന്ന വർക്കുകൾ സമയത്ത് ചെയ്യാതെ കാലതാമസം വരുത്തുന്ന ചില സംവിധാനങ്ങൾ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അത് പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ UDFിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന കാലത്തും ഇതേ അനുഭവങ്ങൾ മുക്കടയിലെ 6-ാം വാർഡിലടക്കം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉള്ളതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ആ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതിനെ ശക്തിയുക്തം ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇങ്ങനെയുള്ള ആളുകളെ നേരിടുന്ന ഒരു സമീപനം നമ്മൾ പൊതുവിലെടുക്കണമെന്നുള്ള അഭിപ്രായം കൂടി എനിക്കുണ്ട്. മറ്റൊന്ന് ടേക്ക് എ ബ്രേക്കിനെ കുറിച്ച് ആക്ഷേപഹാസ്യ രൂപേണയാണ് പലരും പറഞ്ഞത്. ടേക്ക് എ ബ്രേക്കിന് ഈ പറയുന്നത് പോലെ വെറുതെ
എവിടെ നിന്നോ കിട്ടിയ കഥകൾ. ഒരു വിവരാവകാശ നിയമം പ്രകാരം 10 രൂപയുടെ സ്റ്റാമ്പ് ഇട്ടിച്ച് പഞ്ചായത്ത് ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്താൽ അതിൻ്റെ എസ്റ്റിമേറ്റ് കിട്ടും, അതിൻ്റെ നിലവിലാകെ എത്ര രൂപ ചിലവായി എന്നുള്ള വിവരങ്ങളെല്ലാം കിട്ടും. നമ്മളിവിടുത്തെ ഊഹാപോഹങ്ങളുടെ കാര്യമില്ല. ഇത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിൽ അച്ചടിച്ചിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടാണ്. ഇതിൽ വളരെ കൃത്യമായി ടേക്ക് എ ബ്രേക്കിന് എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വന്നു. ജോസഫ് സാർ പറഞ്ഞ പോലെ 800 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു കെട്ടിടമൊന്നുമല്ല പണിതിരിക്കുന്നത്. നിങ്ങൾ അവിടെ പോയാൽ ഈ ഹൈവേയുടെ സൈഡിൽ ആ കെട്ടിടമുണ്ട്. ആ കെട്ടിടം പണി ആരംഭിക്കുന്ന സമയത്ത് നിരവധിയായ പ്രയാസങ്ങളൊന്ന് KSTPയുടെ അനുമതി നമുക്ക് വേണ്ടിയിരുന്നു. പിന്നീട് പണി അങ്ങോട്ട് ആരംഭിച്ചപ്പോൾ തൊട്ടടുത്ത വീട്ടുകാരൻ്റെ കൺസെൻറ്റ് നമുക്ക് വേണം. ഇക്കാര്യത്തിലൊക്കെ സഹകരിച്ചിട്ടുള്ളതാണ് ജോസഫ് സാർ. ഞാൻ അദ്ദേഹത്തെ മോശമാക്കി പറയില്ല. ഒരു ഭരണസമിതിയുടെ കൂടെ നിന്ന് ആ കാര്യങ്ങളെല്ലാം എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ആ കാര്യങ്ങളെല്ലാം നടത്തിയത്. പക്ഷേ ആ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പിന്നിവിടെ അശ്വതി പറഞ്ഞു ടേക്ക് എ ബ്രേക്കിന് 60 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ആൻ്റണി ഇവിടെ പിന്നെ നമ്മുടെ ലൈഫ് മിഷൻ്റെ വീടിന് 4 ലക്ഷം രൂപ കൊണ്ട് ലൈഫ് മിഷൻ്റെ വീട് പണിയും ടേക്ക് എ ബ്രേക്കിന് 60 ലക്ഷം രൂപ ചെലവഴിച്ച് തീർന്നില്ല എന്ന് പറയുമ്പം ആൻ്റണി ഇവിടെ വഴിന്നുള്ള പണിത് വെച്ചിരിക്കുന്ന വെയിറ്റിംഗ് ഷെഡിന് 4,60,000 രൂപ ആയി എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിക്കരുത്. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും അങ്ങനെയാണ്. അതും കൂടി പരിശോധിച്ച് വേണം ഇത്തരം കാര്യങ്ങളിൽ വാചാലമായി പറഞ്ഞു പോകാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്തിന് തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ജോസഫ് സാർ പറഞ്ഞു. ആ കാര്യത്തിൽ അന്തസ്സോടെ നമുക്ക് പറയാൻ കഴിയും. ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ഇതിനു മുമ്പ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. നമ്മുടെ വാർഡിലെ മുഴുവൻ ആളുകളുടെയും വീടുകൾ അതിൽ എല്ലാവരും സഹായിച്ചു. അതിനകത്ത് കക്ഷി രാഷ്ട്രീയം നോക്കിയില്ല. മുഴുവൻ ആളുകളും ഈ പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടതനുസരിച്ച് കെട്ടിട നിർമ്മാണ ബിൽഡിംഗ് ടാക്സും മറ്റ് നികുതികളും പഞ്ചായത്തിന് ലഭിക്കേണ്ടുന്ന മുഴുവൻ നികുതികളും ആളുകൾ തന്നു, പഞ്ചായത്ത് പിരിച്ചെടുത്തു. അങ്ങനെയാണ് നമ്മൾ ഓൺ ഫണ്ട് ഉണ്ടാക്കിയത്. നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ചു. തനത് വരുമാനം വർദ്ധിപ്പിച്ചോ അതുൾപ്പെടെ നമ്മൾ ഫലപ്രദമായി പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ നമ്മളൊന്നും ചെയ്തില്ല എന്നുള്ള ആ വാദം തെറ്റാണ്. അത് വളരെ കൃത്യമായി നമ്മൾ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആംബുലൻസ് വാങ്ങിയില്ല എന്നുള്ളൊരു ആരോപണം സാർ ഉന്നയിച്ചു. ആംബുലൻസ് വാങ്ങാൻ നമ്മൾ കമ്മിറ്റി തീരുമാനിക്കുന്ന സമയത്ത് അതിലൊരു കാര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും ആൻ്റണി MP ആയാലും നമുക്ക് നൽകാമെന്ന് നിശ്ചയിച്ചിരുന്ന അവർ പറഞ്ഞിരുന്നത് ഈ ഫോഴ്സിൻ്റെ ആംബുലൻസാണ്. ഫോഴ്സിൻ്റെ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഈ ജീപ്പിൻ്റെ മോഡലിലിരിക്കുന്ന ഫോഴ്സിൻ്റെ ആംബുലൻസ്, അല്ലാതെ വലിയ ഇതുപോലെ ഈ വാഹനങ്ങൾ പോലെയുള്ള ആംബുലൻസ് അല്ല. ഈ ഫോഴ്സിൻ്റെ ചെറിയ ജീപ്പ് കൊണ്ടുവന്നാൽ ഒരു മണിമല പഞ്ചായത്തിനെ കൊണ്ട് അതിൻ്റെ ഇന്ധനവും മറ്റ് മെയിൻ്റനൻസ് നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇക്കോ മോഡൽ, മാരുതിയുടെ ഇക്കോ മോഡലിലുള്ള ആംബുലൻസ് വാങ്ങുന്നതാണ് നമുക്ക് ഉചിതമെന്ന് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത് മുഴുവൻ ആളുകളും ചേർന്ന് ഒരുമിച്ചെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആംബുലൻസ് വാങ്ങാതിരുന്ന. ആ കാര്യം ഒരുപക്ഷെ ജോസഫ് സാറും മറന്നുപോയതായിരിക്കും അന്നത്തെ തീരുമാനത്തിൻ്റെ കാര്യം. അതല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഘടകകക്ഷികളിൽ ഈ ആംബുലൻസ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. മറ്റൊന്ന്, ഈ ടർഫിനെ കുറിച്ച് പറയുമ്പോൾ പുതിയ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റും പഞ്ചായത്ത് സംവിധാനങ്ങളുമെല്ലാം ആലോചിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പോഴും പഴയ ചള്ളക്കുഴിയിൽ കളിച്ചാൽ മതി എന്നുള്ള ധാരണ നമുക്ക് പാടില്ല. അവിടെ പ്രശ്നമുണ്ട്. നമുക്ക് പ്രശ്നം മറ്റൊന്നുമല്ല, അവിടെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് വെളിച്ചവുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അതിനനുവദിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റും മറ്റ് കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ടെൻഡർ നടപടിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് വന്നാലുടൻ തന്നെ ബാക്കി പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അതുകൊണ്ട് അത്തരം കാര്യത്തിൽ ക്ഷീരമുള്ളവർ അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന നിലയിൽ കണ്ടുപോകുന്ന അശ്വതിയുടെ ഒരു രീതി അത് ശരിയല്ല എന്നുകൂടി ഞാൻ വിനയപൂർവ്വം അറിയിക്കുകയാണ്. മറ്റൊന്ന്, നിലവിലെ പ്രസിഡന്റ് എന്താ ഇവിടെ വരാഞ്ഞെന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് വ്യക്തിപരമായി ചോദിക്കേണ്ട കാര്യമാണ്. വ്യക്തിപരമായ ഏതെങ്കിലും അസൗകര്യം അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടിട്ടുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ UDF പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ സാലു P. മാത്യു പറഞ്ഞ ഒരു കാര്യം, നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ ആരുടെയൊക്കെ വാർഡുകളിൽ 25 വീടുകൾ ലൈഫ് ഭവനോദയിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്, ലൈഫ് ഭവനോദയുടെ 331 വീടുകളും തുല്യമായി എല്ലാ വാർഡിലും തുല്യമായി ഫണ്ട് വീതം വെക്കുന്ന പോലെ അല്ല വീതിച്ചത്. ദാരിദ്ര്യം കൂടുതലുള്ള സ്ഥലത്ത് സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ വീടുകളുടെ എണ്ണം കൂടുതലാണ്. സാധാരണ ഒരു അരിസ്റ്റോക്രാറ്റ് ഫാമിലിയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന മേഖലയിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വീടുകളുടെ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് എല്ലാ വാർഡിലും ഈ ലൈഫ് വീടുകളുടെ എണ്ണം തുല്യമായിരിക്കണം എന്നുള്ളത് തികച്ചും ബാലിശമായ ഒരു വാദമാണ്. അത് നമുക്ക് അംഗീകരിച്ചു പോകാൻ കഴിയില്ല. സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഈ വിമർശനങ്ങളെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ UDFിൻ്റെ നേതാക്കന്മാരും BJP പ്രതിനിധികളെല്ലാം ഉന്നയിക്കുമ്പോഴും വളരെ സന്തോഷത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ഒരു കാര്യം പറയുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഉയർത്തിക്കൊണ്ട് ഒരു ദിവസമെങ്കിലും ആ പഞ്ചായത്ത് ഓഫീസിൽ പഠിക്കൽ നിങ്ങൾ അഴിമതിയാണ് കാണിക്കുന്നത്, കുഴപ്പമാണ് കാണിക്കുന്നത്, നിങ്ങളുടെ ഭരണത്തിന് വൈകല്യമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സമരം പോലും നടത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നതും അഭിമാനകരമായി ഞങ്ങൾ പറയുന്നു. രണ്ട് സമരങ്ങൾ നിങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഇടപെടാനുള്ള അവസരമാണ്. ചോദ്യങ്ങളായി ചോദിക്കാം. ആരോടാണ് ചോദിക്കുന്നത്? അതിന്റെ മേലെ പരിപാടിയൊക്കെ കണ്ട ആളാ പറയുന്നത്. ഞാൻ ഇവിടെ മണ്ഡലം പ്രസിഡന്റ് ആയതിനു ശേഷം 2 പരിപാടികൾ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതിക്കെതിരെ പഞ്ചായത്തിൻ്റെ പടിക്കൽ കൊടികുത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക ഏന്തി അവിടെ സമരപരിപാടി നടത്തിയതാണ്.
അദ്ദേഹവും അത് വീക്ഷിച്ച ആളാണ്. അതെല്ലാം അദ്ദേഹം ഉണ്ടായി. അങ്ങനെ നുണ പറയരുത്. അതെല്ലാം ഉണ്ടായില്ല വെടിയായിരുന്നേ, അതിനൊന്നും കടമ്പില്ലായിരുന്നു. ജനം പുച്ഛിച്ച് തള്ളിയില്ലേ സമരത്തെയൊക്കെ. ആരോടാണ് ചോദ്യം എന്ന് പറഞ്ഞു? ആരോടാണ്? എനിക്ക് ചോദിക്കാനുള്ള മുൻ പ്രസിഡന്റിനോടാണ്. കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു ഇതുപോലെ ഓരോ വാർഡിലും നമ്മുടെ ജൽജീവൻ പദ്ധതി പ്രകാരം കോൺക്രീറ്റ് അല്ലെങ്കിൽ റോഡ് പൊളിച്ച് പൈപ്പ് ഇട്ടിരിക്കുന്നു. അത് സാങ്കേതിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തടസ്സം കൊണ്ടാണ് ആ റോഡ് അല്ലെങ്കിൽ ചെയ്യാത്തതെന്ന് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ മെയിൻ കാരണം അവർ മെയിനായിട്ടും ആ കോൺക്രീറ്റ് ചെയ്യാത്തത് അവർക്ക് ഫണ്ട് കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ് അത് ആ കോൺക്രീറ്റ് ചെയ്യാത്തത്. പല വാർഡിലും ഇപ്പോഴും ആ കോൺക്രീറ്റ് അല്ലെ പൈപ്പ് ലൈൻ ഇട്ട ഭാഗം കുന്നും കുഴിയായിട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി മെയിനായിട്ട് ചോദിക്കാനുള്ളത്, ഇത്രയും 5 വർഷക്കാലം ഭരിച്ചിട്ട് ഈ പല മേഖലയിലും വെള്ളം എത്തിക്കാത്ത കുറേ വാർഡുകളുണ്ട്. ഇപ്പോഴും വെള്ളത്തിന് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കുറേ വീട്ടുകാരുണ്ട്. നമ്മുടെ മുൻ പ്രസിഡന്റ് ജെയിംസ് സൈമൻ്റെ വാർഡ് തന്നെ നോക്കിയാൽ മതി. അവർ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന പ്രയാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വട്ടുന്നാമല, അതുപോലെ തന്നെ വഞ്ചികപ്പാറ, ഇവിടെയൊക്കെ അതുപോലെ തന്നെ വട്ടുന്നാമലയിൽ ഒരു ടാങ്കും കൂടി പണിത് പൊക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ മറുപടി. എന്താണ് അത് സംഭവിച്ചത്? രണ്ട് കാര്യങ്ങൾ. ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടതിൻ്റെ കരാറുകാരന് പണം കൊടുത്തില്ല എന്നുള്ള കാര്യം സതീഷ് ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ കാര്യം അശ്വതിയുടെ കൂടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പോർഷൻ ആ ഫണ്ട് കൂടി കൊടുത്താൽ നമുക്ക് ഈ പ്രശ്നം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സതീഷ് ഇവിടെ സൂചിപ്പിച്ചത് കുടിവെള്ളവുമായി നമ്മുടെ കുടിവെള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പൂവത്തോലിയിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. അപ്പുറത്ത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യം, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പൂവത്തോലിയിലാണ് ടാങ്ക്. വർഷങ്ങൾക്ക് മുമ്പ് പണിത ടാങ്കാണ്. അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ ടാങ്ക് അവിടുന്ന് തിരികെ അവിടുന്ന് വെള്ളം ഇപ്പോൾ ഹൈവേ പണിത സമയത്ത് കുറേ പൈപ്പുകൾ മാറി. ഈ പാലം ഈ ആറിന് കുറുകെയുള്ള പൈപ്പ് ലൈൻ നമ്മൾ ആറിനടിയിൽ കൂടി സ്ഥാപിച്ചു. ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പോൾ ഈ പദ്ധതി പ്രകാരം ആളുകൾക്ക് വെള്ളം എത്തിക്കാൻ പറ്റുന്നത് ഇപ്പം മുക്കടയിൽ മണിമല പഞ്ചായത്തിലെ 5, 6, 7, 8, 9 വാർഡുകൾ, ആ വാർഡുകളിൽ വെള്ളം എത്തിക്കാൻ അവിടെ ഒരു ടാങ്ക് പണിയാൻ വേണ്ടി തീരുമാനിച്ചൊരു ശവക്കോട്ട ഭാഗത്ത് അതിനുവേണ്ടി ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. 3 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കാണ് അവിടെ പണിയുന്നത്. എരുമേലി കുരുമ്പൻമൂടി പദ്ധതി നിന്നാണ് അവിടുന്ന് വെള്ളം വരുന്നത്. അതിൻ്റെ പൈപ്പ് ലൈൻ മുഴുവൻ ശവക്കോട്ട ഭാഗം വരെ ഈ ടാങ്ക് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വരെയുള്ള പൈപ്പ് ലൈനിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴ വട്ടുകുന്നാമലയിൽ ടാങ്ക് പണിയാൻ വേണ്ടി അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഷാജി മങ്ങര, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മെമ്പറാണ്. അദ്ദേഹം നാട്ടുകാരെ സംഘടിപ്പിച്ച് അവരിൽ നിന്ന് പണം സമാഹരിച്ച് അവിടെ വസ്തു വാങ്ങിയിട്ടിട്ടുണ്ട്. നമുക്കതിന് മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആരോടാണ്? എനിക്ക് ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഒരു സിനിമയുടെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഇതുപോലൊരു ഇലക്ഷന് നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ ഒരു സിനിമയിൽ ചുട്ട മണ്ണപ്പമൊക്കെ എല്ലാവർക്കും കൊടുത്തു. പക്ഷെ ഒരു മണ്ണപ്പം പോലും, ഒരു ശകലം പോലും മാറ്റിവെക്കാൻ നേതാവ് തീരുമാനിച്ചില്ല. അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ മണ്ണപ്പം പോലും നേതാക്കന്മാർ തിന്നാൻ പറ്റിയിട്ടില്ല. എല്ലാ മണ്ണപ്പവും ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഈ പറയുമ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ശ്രീ ജെയിംസ് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ശവക്കോട്ടയിലൊരു കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് പണിതിനെ കുറിച്ച് ഒരു 20,000 ലിറ്ററിൻ്റെ കുടിവെള്ള പദ്ധതിയുടെ അഞ്ചാനിക്കുളം കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് ഇപ്പോഴും അവിടെ വെറുതെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഒരു മോട്ടർ പോയിട്ട് അതിൻ്റെ ടാങ്കില്ല. ടാങ്കിനകത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് സ്ഥിതി എന്ന് പോലും കയറി നോക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. അതിന് രണ്ടാമതൊരു കാര്യം കൂടി, ഈ കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് മുമ്പേ ജെയിംസ് ചേട്ടൻ പറഞ്ഞിരുന്നു, ഈ ജൽജീവൻ മിഷൻ്റെ കുടിവെള്ള പദ്ധതി പഞ്ചായത്തിനെ പൂർണ്ണമായി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ കുടിവെള്ള പദ്ധതിയുടെ ഫണ്ട് കൊടുക്കുന്നില്ല. ചോദ്യം പൂർണ്ണമായില്ല. കുടിവെള്ള പദ്ധതിയുടെ വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിൻ്റെ താമസമായിട്ടുള്ളൂ. ഈ 5 വർഷ കാലഘട്ടത്തിനകത്ത് ഈ 16, ഇപ്പോൾ ഒരു വാർഡും കൂടെ കൂടി 16 വാർഡ് മണിമല പഞ്ചായത്തിലായിട്ടുണ്ട്. ഈ 16 വാർഡിലും കുണ്ടും കുഴിയും അല്ലാതെ ഒരു റോഡ് കാണിച്ചില്ല. ഞാൻ ദൃശ്യയ്ക്ക് നാളെ രാവിലെ ഒരു 8 മണി തൊട്ട് ഒരു 5 മണി വരെ സമയം തരാം എൻ്റെ കൂടെ വരാമെങ്കിൽ. നിങ്ങളുടെ രാവിലത്തെ കാപ്പി, ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ കടുങ്കാപ്പിയും ഞാൻ മേടിച്ചു തരാം. ഈ റോഡ് എന്ത് ചെയ്യാൻ സാധിച്ചു? 5 കൊല്ലം. ഇപ്പം കുറച്ച് മുമ്പേ BJPയുടെ പ്രതിനിധി അശ്വതി ദേവി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡിൽ ഇവിടുന്ന് കണ്ട് അത്രയും വരെ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു അല്പസ്വല്പം. അവിടുത്തെ ബാക്കി ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡായിരുന്നു. ഈ ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ച് പ്രസിഡൻ്റായിരുന്നപ്പോൾ അദ്ദേഹം ചെയ്തതാണ്. അദ്ദേഹം 6, 7, 8 വാർഡുകളിൽ മത്സരിച്ച് വിജയിച്ച് കയറി വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ വാർഡിന് വേണ്ടി സാധാരണപ്പെട്ട SC, ST
OEC ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന സാധാരണപ്പെട്ട ജനങ്ങൾ ഏറ്റവും തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. ഒറ്റ ഒരു കാര്യം കൂടെ. ഇവിടുത്തെ ഏറ്റവും സുപ്രധാനമായിട്ട് ഈ മേഖലകളിലെ എല്ലാം തന്നെ തൊഴിലുറപ്പുമായിട്ട് ഏറ്റവും ജോലി ചെയ്യുന്ന സാധാരണപ്പെട്ടവരാണ് ഈ മേഖലയിലുള്ളത്. ഞാൻ 7ാം വാർഡിലെ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ 8ാം വാർഡ്, പുതിയൊരു 8ാം വാർഡായിട്ടുണ്ട്. അതുകൊണ്ട് 8ാം വാർഡിലേക്കായിട്ടുണ്ട്. അപ്പോൾ ആ 7ാം വാർഡിൽ ഏകദേശം കുറേ നാൾ, ഒരു 6-7 മാസമായിട്ട് ഇതുപോലെ തൊഴിലുറപ്പ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ആ വാർഡിന് മാത്രമായിട്ടുണ്ടായിട്ടുണ്ട്. അത് ചിലരുടെയൊക്കെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, ആരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി എന്നുള്ളതും കൂടെ ബോധ്യപ്പെടുത്തണം. അത് പരാതിപ്പെടുകയും അന്ന് ഉച്ചയ്ക്ക് അതിനുവേണ്ടി പ്രത്യേകം മീറ്റിംഗ് 2 മണിക്ക് അവിടെ വിളിച്ചു മേറ്റുമാരെ. എന്തിനു വേണ്ടി? ഇത് ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? സ്വയം താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന മറുപടി 3 കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. അതിന് പെട്ടെന്ന് മറുപടി. അനൂപ് പറഞ്ഞ റോഡിൻ്റെ കാര്യം ഞാൻ നേരത്തെ ആ കാര്യം പറഞ്ഞു. റോഡ് പിന്നെ ജലജീവൻ മിഷൻ്റെ റോഡ് അല്ല, പിന്നെ പൈപ്പ് ലൈൻ കുഴിച്ചിടുന്നതുമായി ബന്ധപ്പെട്ട് റോഡ് പിന്നെ അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാനത് അംഗീകരിച്ചു. പക്ഷേ അതിനൊരു പ്രശ്നം, നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ടല്ല, ആ കരാറുകാരൻ തന്നെ വേണം ആ പൊളിക്കുന്ന റോഡ് പണിയാൻ. അത് അവരുടെ എഗ്രിമെൻറ്റിലുണ്ട്. പക്ഷേ അയാൾക്ക് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടും അതിൻ്റെ ബില്ല് എമൗണ്ട് അയാൾക്ക് കിട്ടുന്നില്ല എന്നുള്ള അയാളുടെ പരാതി. അപ്പോൾ ആ പരാതി ഭരിക്കാൻ നിങ്ങൾ കൂടി പരിശ്രമിക്കണം. കേന്ദ്ര സർക്കാരിൽ ഒരു സമ്മർദ്ദം ചെലുത്തണം. അതാണ് ഞാൻ പറഞ്ഞു വന്ന ആദ്യത്തെ കാര്യം. രണ്ടാമത്, എൻ്റെ വാർഡിലെ പ്രത്യേകമായ റോഡിൻ്റെ കാര്യം പറഞ്ഞാൽ, ആ റോഡിൽ ഇപ്പോൾ ഒരു 10 മീറ്റർ കൂടെ ചെയ്താൽ ആ റോഡ് നന്നായനെന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം ചെയ്തല്ലോ. നമ്മൾ ചെയ്തത് കാണാതെ ഈ 10 മിനിറ്റിൻ്റെ മാത്രം കാര്യം പറഞ്ഞൊരു വിമർശനം ഉന്നയിക്കാതെ ചെയ്ത കാര്യം കൊള്ളാം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. മറ്റൊന്ന്, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി കേന്ദ്ര സർക്കാർ വരുത്തിയ പ്രതിസന്ധിയാണ്, മറ്റൊന്നുമല്ല. ഇവിടെ മേറ്റുമാരെങ്കിലും ഉണ്ടായിരുന്നു, അവരിപ്പോൾ എഴുന്നേറ്റ് കഥ പറഞ്ഞേനെ. തൊഴിലുറപ്പ് പദ്ധതി പഴയ പോലെയുള്ള മസ്ട്രോൾ അല്ലത്. തൊഴിലുറപ്പിൽ പണിയെടുക്കുന്ന ആളുകൾ രാവിലെ ഒരു സൈറ്റിൽ ചെന്നാൽ അവർ എവിടെയെങ്കിലും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളിടത്ത് പോകണം, റേഞ്ച് പിടിച്ച് പോവുക. മേറ്റ് രാവിലെ ഫോണും എടുത്ത് ഇങ്ങനെ പോവുക, റേഞ്ച് പിടിച്ച്. അവിടെ പോയിട്ട് ഈ തൊഴിലാളികളെല്ലാം ഇങ്ങനെ ആടിനെ മേയിച്ചുകൊണ്ട് പോകുന്ന പോലെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരുടെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കുന്ന സമയത്ത് എല്ലാവരുടെയും മുഖം ആ ക്യാമറയിൽ ഡിറ്റക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ ആരുടെയെങ്കിലും മുഖം അതിൽ പതിഞ്ഞില്ല എങ്കിൽ അവരുടെ പേര് മസ്റ്റോളിലുണ്ടാവില്ല, അവർക്ക് കൂലി കിട്ടത്തില്ല. ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് NREG വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ നിരവധി സമരം കേന്ദ്ര സർക്കാരിൻ്റെ പിന്നെ ഓഫീസുകൾക്ക് നേരെ ഞങ്ങൾ നടത്തി. അപ്പം നിങ്ങൾ പറയേണ്ടത് മോദിജിയോട് പറയണം, സാർ ഞങ്ങളുടെ വാർഡിൽ 7ാം വാർഡിൽ ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന ആളുകൾ വല്ലാത്ത പ്രയാസത്തിലാണ്, ഈ അനാവശ്യമായ NMMSൻ്റെ പദ്ധതി അവസാനിപ്പിക്കണം, പഴയതുപോലെ നടക്കട്ടെ, പാവങ്ങളാണ്, അതൊക്കെ പറയണം. അനൂപേ, ഓക്കെ ക്വസ്റ്റ്യൻ ആരോടാണ്? ഈ ടീ ബ്രേക്ക് പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചപ്പോഴേ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു രേഖ ഉയർത്തി കാണിക്കുക ചെയ്തേ. അതിൻ്റെ എസ്റ്റിമേറ്റ് തുക എത്രയാണെന്ന് വെച്ചപ്പോൾ ഈ രേഖയിലുണ്ട്, പരസ്യപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ആ തുക എത്രയാണെന്ന് തുറന്നു പറയാൻ പോലും പ്രസിഡന്റ് മടിക്കുകയാണ്. പ്രത്യേകിച്ചും അതിൻ്റെ ഒരു പ്രോജക്റ്റ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം അതിന് എത്രമാത്രം ഫണ്ട് ചിലവാകും വരും എന്നുള്ളതിനെക്കുറിച്ച്. കാരണം ആ തുക പറയാൻ തയ്യാറല്ല. ആ തുകയ്ക്ക് വരാൻ ഇത് ഉയർത്തി കാണിക്കുക, ഇതാണ് രേഖയെന്ന് പറഞ്ഞുകൊണ്ട്. അതെന്ത് രേഖയാണ്? അത് പറയാൻ എന്തിനാ മടിക്കുന്നത്? മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. ആശുപത്രി വികസനത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ 2 ദിവസം മുമ്പ് കരക്കാട്ടിലെ നമ്മുടെ മണിവില ഹെൽത്ത് സെൻ്ററിൽ പോയതാണ്. അതിൻ്റെ ഫ്രണ്ട് വിനോദ് കണ്ടുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാല് വയ്യാതെ ഈ ചൂട്ടിടി പറയുന്ന ഒരു പയ്യൻ അവിടെ വന്നു. അവൻ്റെ കാല് ഡ്രസ്സ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ കൊണ്ട് അവിടെ പോയതാണ്. അവൻ അവിടെ നടന്നു വരാൻ പോലും പറ്റത്തില്ല. വണ്ടി അവിടെ കൊണ്ട് കയറ്റിയിട്ട് അവനെ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ എടുത്താണ് അവനെ വണ്ടിയെ കയറ്റിയത്. ഇതെല്ലാം വികസനമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ അവിടെ എവിടെയും കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് ഇതെല്ലാം വികസനമാണ്. കണ്ടോലോ എന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം കണ്ടോ? 2 ദിവസത്തിനുള്ളിൽ അത് ശരിയാക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുതിയ കെട്ടിടം പണിയാൻ വേണ്ടി ചെയ്തതല്ലേ? പുതിയ കെട്ടിടം പറഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുക, 55 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് ബിൽഡിംഗ് നടക്കുക. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഇട്ട ഇൻ്റർലോക്ക് പോകാതിരിക്കാൻ വേണ്ടി അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് നമുക്ക് പറയുന്നത് മനസ്സിലാക്കാം ആദ്യം. അതുപോലെ തന്നെ ആ റോഡിൻ്റെ സൈഡിൽ അടുത്തൊരു 1.5 കോടി രൂപയുടെ ഒരു ഫണ്ട് കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആ മണ്ണ് എടുക്കുന്നതിന് കൂടെ അവിടെ എല്ലാം കൂടെ ലെവൽ ചെയ്ത് എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ ഒരു കരാറുകാരൻ അവിടെ റോഡ് കഴിഞ്ഞ മാർച്ചിൽ ടാർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടാർ ചെയ്ത് കഴിയുമ്പം അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവിടെ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിജോ പറഞ്ഞ ഒരു കാര്യം, ടേക്ക് എബറിക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു അർദ്ധശങ്കയ്ക്ക് ഇവിടെ ഇല്ലാത്ത വണ്ണം ഒരു അഴിമതി മതിലില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ആളുകൾ പഞ്ചായത്തിനെതിരെ ഒരു വിജിലൻസ് എൻക്വയറി കൊടുത്തു. അവിടെ ടേക്ക് എ ബ്രേക്ക് നിർമ്മാണത്തിൽ അഴിമതി നടത്തു. പഞ്ചായത്ത് ഓഫീസിലെ പുതിയ നവീകരിച്ച ഹാളിൻ്റെ നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ച് നിങ്ങൾ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ പരാതി കൊടുക്കുകയും വിജിലൻസ് ടീം ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും അതിൽ യാതൊരു കഴമ്പുമില്ലാന്ന് കണ്ടെത്തി ഇവിടെ അവരതിൻ്റെ റിപ്പോർട്ടും തന്നിട്ടാണ് പോയത്. നിങ്ങൾ വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്തു, ഇതെല്ലാം കിട്ടും. അതല്ലാതെ ഇതിൽ ഒരു അഴിമതിയില്ല. ആരോടാണ്?
ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. സാഫ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർ നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രമുഖ ബ്രാൻഡുകളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ, ഗ്ലാസ്, പ്ലൈവുഡ്, ഡോർ ലോക്സ്, ഫിറ്റിംഗ്സ് ആൻഡ് ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ. ഏഷ്യൻ, ബർജർ, ഇൻഡിഗോ, നെറുലക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർഷിപ്പ്. സാഫ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഒരുക്കുന്നു ടൂൾസ്, മൾട്ടിവുഡ്, പ്ലൈവുഡ്, WPC, ഗ്ലാസ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർസ്. പവർ ടൂൾ ഉൽപ്പന്നങ്ങൾ റെന്റിൽ ലഭ്യമാണ്. സാഫ ഗ്രൂപ്പ്, സാഫ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർസ്, സാഫ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്, പത്തനാട്. ഞാൻ എല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത്. അതായത് UDFിൻ്റെയും LDFിൻ്റെയും ഭരണസമിതിയാണ് മണിമല പഞ്ചായത്തിൽ കാലങ്ങളായി നിലനിന്ന് പോകുന്നത്. പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ കെട്ടിടം മനോഹരമാണ്, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു ആലങ്കാരികമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, എനിക്ക് 70 വയസ്സ് പ്രായമുണ്ട്. എനിക്കൊരു 5 വയസ്സ് കാലം ഉള്ള സമയങ്ങളിൽ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ആലപ്പുഴ, വട്ടൂന്നാമല, വഞ്ചിപ്പാറ ഈ പ്രദേശങ്ങൾ, അവിടെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാർ, അവർക്ക് കുടിവെള്ളത്തിന് വേണ്ടി അന്ന് വട്ടൂന്നാമലയുടെ മുകളിൽ നിന്ന് നടന്ന് കുടിവെള്ള പ്രശ്നത്തിന്റെ ഒരു പരിഹാരം പ്രസിഡന്റ് മറുപടി പറഞ്ഞു. എനിക്കറിയാനുള്ള ജലജീവൻ മിഷന്റെ പദ്ധതികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, മറ്റ് സ്രോതസ്സുകളെല്ലാം റെഡിയാക്കി. മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് സമയം കുറവുണ്ട്. നിങ്ങളൊന്ന് ക്ഷമിക്കേ. മണിമല പഞ്ചായത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന പൈപ്പുകളുടെ നീളം അളന്നാൽ ഏതാണ്ട് ഇന്ത്യക്ക് ഒരു 4 വലത്ത് വയ്ക്കുന്നതിനുള്ള പൈപ്പുകൾ കുഴിച്ചിട്ടുണ്ട്.
ഇവിടെ കാലാകാലങ്ങളിൽ വരുന്ന പഞ്ചായത്ത് സമിതികൾ പൈപ്പുകൾ കുഴിച്ചിടുന്നു. പൈപ്പുകൾ കുഴിച്ചിടുന്നതല്ലാതെ ഒരു ഭരണസമിതിയുടെ കാലം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിനൊരു തുടർ പദ്ധതിയില്ല. അതുകൊണ്ട് പല പദ്ധതികളും നടപ്പാവുന്നില്ല. ഇപ്പോൾ വട്ടൂന്നാമല പോലെ ഉള്ള സ്ഥലങ്ങളിലുള്ള കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾ കയ്യിൽ നിന്ന് സ്വന്തമായി പൈസ കൊടുത്തിട്ട് വെള്ളം ഇറക്കുകയാണ് ഇവിടെ. ഇതിനു മുമ്പുള്ള ഭരണസമിതിയുടെ കാലത്ത് വണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അവിടെയുള്ള പാവങ്ങൾ മുഴുവൻ സ്വന്തമായി പൈസ കൊടുത്ത ഓരോ ഈ വർഷം പിന്നെ എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നതല്ല, ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് എല്ലാ വീടുകളിലും ടാപ്പുകളിൽ വെള്ളം എത്തിക്കാന്നുള്ള കാര്യങ്ങളിലാണ്. വെള്ളം കിട്ടും. എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? അത് നടപ്പാകുന്നില്ലെന്ന് വെച്ചാൽ ബാക്കി പണികൾ നടക്കണ്ടേ? ബാക്കി പണികൾ എന്തുകൊണ്ട് നടക്കുന്നില്ല? ബാക്കി പണികൾ നടക്കുന്നില്ല. കരാറുകാരന് പൈസ കൊടുക്കണം. കേന്ദ്ര സർക്കാർ കരാറുകാരന് പൈസ കൊടുക്കണം. അയാൾ ആത്മഹത്യയുടെ വക്കില. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി എന്റെ ഒരു പിക്കപ്പ് വാനുണ്ട്, അത് മാത്രമേ വിൽക്കാനുള്ളൂ പറഞ്ഞു. ഒരു മിനിറ്റ്. സർക്കാർ തരുന്ന ഫണ്ടുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെയും വീതം വേണ്ട രീതിയിലൂടെ കൊടുക്കുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ വീതം ഉള്ളതുകൊണ്ട് ഇപ്പൊ അത്യാവശ്യം പിടിച്ചു നിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ തരുന്നത് നിങ്ങൾ ഈ ജൽജീവൻ മിഷനെ പറ്റി നടത്തിയിട്ടുള്ളത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് കുറേ ആളുകൾക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വളരെ കാര്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, കോട്ടാങ്ങൽ പഞ്ചായത്തിൽ വഞ്ചിപ്പാറ കോട്ടാങ്ങൽ പഞ്ചായത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ കുടിവെള്ളമുണ്ട്. മണിമല പഞ്ചായത്തിൽ ഇത്രയും കാലങ്ങളായിട്ട് വട്ടൂന്നാമലയിലോ വഞ്ചിപ്പാറയുടെ ആ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ വെച്ചക്കുന്ന് പോലുള്ള സ്ഥലത്തോ എന്തുകൊണ്ട് ഇത്രയും പൈസ നിങ്ങൾ ചെലവ് ചെയ്യുന്നു? നിങ്ങൾ മാറി മാറി വരുന്നു. എന്നാൽ ഈ ആളുകളെ നിങ്ങൾ ഈ കാലാകാലങ്ങളായി പറ്റിക്കുന്നതല്ലാതെ അവർക്ക് കുടിവെള്ളം കിട്ടണമെന്നുള്ള യാതൊരു രീതിയിലുള്ള ആഗ്രഹമോ അല്ലെങ്കിൽ പ്രതീക്ഷയോ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. എന്താണ് അതിന്റെ കാരണം എന്നുള്ളതിനെ പറ്റി എനിക്കൊന്ന് അറിഞ്ഞു. ഇത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മൾ ഇതിനു മുമ്പ് വിവിധ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇവിടെ നടപ്പിലാക്കിയ കുറേ പദ്ധതികളുണ്ട്. ആ പദ്ധതികളെല്ലാം യഥാർത്ഥത്തിൽ ഈ വാട്ടർ സോഴ്സ് കാണാതെ, വെള്ളത്തിൻ്റെ സ്രോതസ് കാണാതെ, ചേട്ടൻ പറഞ്ഞ മാതിരി ഇങ്ങനെ പൈപ്പ് ലൈനൊക്കെ കുഴിച്ചിട്ട് പരിപാടിയുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ പഞ്ചായത്ത് ഭരണസമിതി ഒറ്റ പൈസ പോലും പൈപ്പ് ലൈൻ കുഴിച്ചിടാൻ വേണ്ടി എടുത്തില്ല. അതെല്ലാം ജലജീവൻ മിഷൻ വരുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യും എന്ന വിശ്വാസത്തിൽ ആ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് ചെയ്തത്. ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയെ കൊണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ബോധ്യപ്പെടും. എനിക്ക് പ്രതിപക്ഷ നേതാവിനോടും UDF നേതാവിനോടും ചോദിക്കാനുള്ളത്, കഴിഞ്ഞ 5 വർഷം മുൻപ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥാനം എന്ന് വെച്ചാൽ 71ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ അത് ഈ 5 വർഷമായിട്ട് 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത് കോട്ടയം ജില്ലാ അടിസ്ഥാനത്തിൽ. ഇത്രയും ദിവസം ഇപ്പം അങ്ങ് ഒട്ടേറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്നിട്ട് അങ്ങ് നടത്തുന്ന 4 പേരുള്ള അങ്ങയുടെ അംഗങ്ങൾ എന്ന് പറയുന്നു, അതായത് അങ്ങയുടെ കൂടെയുള്ള UDF അംഗങ്ങൾ 4 പേരെന്ന് പറഞ്ഞു. ഈ കമ്മിറ്റി കൂടുമ്പോൾ ഈ 4 പേരെ വെച്ച് കമ്മിറ്റിയിൽ നിന്ന് വിയോജന കുറിപ്പെഴുതി ഇറങ്ങിപ്പോവുകയോ അല്ലെ ആ പഞ്ചായത്ത് പള്ളി പരിഷത്ത് അംഗീതി വരെ നടത്തിയതായി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതൊന്ന്. മറ്റൊന്ന് UDF നേതാവിനോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ടേക്ക് എ ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞു. മണിമല പഞ്ചായത്തിലെ മൊത്തം കരാർ അല്ലെങ്കിൽ നമ്മുടെ കരാർ എടുക്കുന്ന ആളുകൾ മൊത്തം UDF അംഗങ്ങളായിട്ടുള്ള ആൾ, UDFിൻ്റെ ചായ്വുള്ള ആളുകളാണ്. അതാണ് ഓരോ ഇലക്ഷൻ വരുമ്പോഴൊക്കെ ഓരോ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് ചവിട്ടി പിടിക്കുന്ന ഒരു സ്വഭാവമുള്ളത്. പക്ഷേ ഇപ്പം ഈ ടേക്ക് എ ബ്രേക്ക് ഇപ്പോൾ പണിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോൺഗ്രസിൻ്റെ കറുവച്ചാൽ ബ്ലോക്ക് പ്രസിഡന്റാണ് പണിയുന്നത്. അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി അങ്ങ് മനഃപൂർവ്വം ഈ കാര്യം പറഞ്ഞതാണോ? അദ്ദേഹത്തെ ഈ പരിപാടികളൊന്നും കാണാൻ മറുപടി അതിൻ്റെ മറുപടി പറയാം. അതായത് കോൺട്രാക്ടർമാരെന്ന് പറയുന്നത് അവരല്ല ഇതിൻ്റെ ഫണ്ട് അലോട്ട് ചെയ്യുന്നതും അതിനെ എസ്റ്റിമേറ്റ് എടുക്കുന്നതും. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ പണിക്ക് വന്നാൽ അവന് 1000 രൂപ കൂലി കൊടുക്കും. ഈ 1000 രൂപ കൂലി കൊടുക്കുന്നത് നിങ്ങളാണോ, വ്യക്തിയാണല്ലോ കൊടുക്കുന്നത്. ഇന്ന പണിക്കെന്നും പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പോൾ അവൻ പണി ചെയ്താൽ അവൻ്റെ പണി ചെയ്തതിന് കൂലി കൊടുക്കണം. കോൺട്രാക്ടർമാർ വെറുതെ വന്ന് പണി ചെയ്യാനായിട്ടല്ല, അവർക്ക് എസ്റ്റിമേറ്റ് വേണ്ട. എസ്റ്റിമേറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു എഞ്ചിനീയർ. അതിന്റെ മറുപടിയും കൂടെ പറയാം. അതായത് ഈ 1 മാസങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു 7 ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. ഞാൻ മറുപടി ഞാൻ കേട്ടല്ലോ. ഞാൻ അതിന് മറുപടി പറഞ്ഞതിന് ശേഷം പറയാം. ഒരു 7 ലക്ഷം രൂപയുടെ ഫണ്ട് ഈ പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ വെച്ച് കൊടുത്തപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ് അത് നിരസിച്ചു. വീണ്ടും അത് ഞാനത് അന്വേഷിക്കാതെ സൈൻ ചെയ്യുകയില്ലെന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് പറഞ്ഞു. അഴിമതിയുണ്ടെന്ന് നിലവിലെ പ്രസിഡന്റ് ഇപ്പോഴത്തെ ഇത് വെച്ച് പറഞ്ഞു. രണ്ടാമതായി 1 മാസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഈ എഞ്ചിനീയറെ രാത്രി 10 മണിക്ക് ഇരുത്തി ഇവിടെ ബില്ല് പാസ്സാക്കിയ സംഭവമുണ്ട് പഞ്ചായത്തിൽ. ഇവിടുത്തെ ജനങ്ങൾ കണ്ടതാ. അത് വർക്കെടുക്കുന്ന കോൺട്രാക്ടർ ചുമ്മാതെയൊന്നുമല്ല.
നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ UDF-ന്റെ കാലത്ത് പാതിരാത്രിക്ക് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചത് നിങ്ങളുടെ കാലത്ത്, ഞങ്ങളുടെ കാലത്തില്ല. ഒരു മറുപടി കൂടെ പറഞ്ഞു, ഒരു മറുപടി. ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തു നിന്ന് എത്ര വിയോജനക്കുറിപ്പ് എഴുതി, എത്ര പ്രാവശ്യം പുറത്തായി? നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങളുടെ എല്ലാം ഫോണിൽ ഇതിൻ്റെ മിനിറ്റ്സ് കിട്ടും. ആ മിനിറ്റ്സ് നോക്കുക. 21 പ്രാവശ്യം ഞങ്ങൾ പച്ചക്കള്ളം ആകെപ്പാടെ ഒറ്റ വിയോജനക്കുറിപ്പ്, ആകെപ്പാടെ ഒറ്റ വിയോജനക്കുറിപ്പ്. അത് പോത്തല്ല പാർലമെന്റ് ലൈസൻസ് കൊടുക്കുന്ന കാര്യത്തിൽ, അല്ലാതെ ഒരു വിയോജനക്കുറിപ്പ് ഇല്ല. ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തു, ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. നോക്ക്, അത് നോക്ക് നിങ്ങള്. ഒറ്റ വിയോജനക്കുറിപ്പ് പാർലമെന്റ് ലൈസൻസ് കൊടുക്കുന്ന കാര്യത്തിൽ, അല്ലാതെ ഒരു വിയോജനക്കുറിപ്പും ഇല്ല. ഞങ്ങൾ എഴുതുന്ന വിയോജനക്കുറിപ്പ് നിങ്ങളുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ചാൽ മാറ്റിയെങ്കിൽ അതെങ്ങനെ മാറ്റുന്നത്? അതെങ്ങനെ മാറ്റുന്നത്? ഒരു അല്ല, അത് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമുണ്ട്. ഒരു ഇതിപ്പം ഇപ്പോഴ് ഈ പഞ്ചായത്തിന് സാറേ, അതല്ല സാറങ്ങനെ കളവ് പറയരുത്. വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയാൽ ആ വിയോജനക്കുറിപ്പ് അവിടെ മിനിറ്റ്സിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള സൗകര്യം ഇവർക്കുണ്ട്. അതില്ലെങ്കിൽ പരാതി കൊടുത്താൽ പഞ്ചായത്ത് സെക്രട്ടറി അത് ശിക്ഷണ നടപടിക്ക് വിധേയരാകും. അങ്ങനെ പറയണം. നിങ്ങൾ വിയോജനക്കുറിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മിനിറ്റ്സിനകത്ത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ DDPക്കോ JDക്കോ പരാതി കൊടുക്കണം. അതല്ല വേണ്ടത്. അത് ഇതുവരെ കൊടുത്തില്ലല്ലോ. വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ ഇന്ന ഭാഗത്ത് വിയോജിക്കുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ 4 പേരും സെപ്പറേറ്റ് ആയിട്ട് ആ വിഷയം സംബന്ധിച്ച വിയോജനം എഴുതി കൊടുക്കും. നടപടിക്രമം നടന്നിട്ടില്ലെന്നേ, ഒറ്റ കാര്യത്തിലുള്ളൂ. പാർലമെന്റ് ലൈസൻസ് കൊടുക്കുന്ന ഒന്നുകൂടെ പറഞ്ഞോട്ടെ. പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ളത് ബിനോയ് സാക്ഷിയാണ്. കറിക്കാട്ടൂർ കവലയിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. ഈ വെയിറ്റിംഗ് ഷെഡ് റോഡ് വികസനത്തോടൊപ്പം അത് പോയി. ഈ ആദ്യ 2 ഭരണസമിതി 2 മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്രമേയം കൊണ്ടുവന്നു. അവിടെ അത്യാവശ്യമായിട്ട് ഹയർ സെക്കൻഡറിയിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്നു, ഒത്തിരി ആളുകൾ ആശുപത്രിയിൽ പോകാനായിട്ട് കാത്തു നിൽക്കുന്നു. അടിയന്തരമായിട്ട് ഒരു നടപടി ഉണ്ടാകണം, ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാകണം. അവിടെ സ്ഥലമില്ലെങ്കിൽ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടന വേളയിൽ കളക്ടർ വന്നപ്പോൾ കളക്ടറെ നേരിട്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം കൊടുത്തു. അവർ പറഞ്ഞത് ഇന്ന പേപ്പറുകൾ സഹിതം കൊടുക്കണം. വസ്തു അക്വയർ ചെയ്യണമെങ്കിൽ പഞ്ചായത്ത് AEയുടെ ഒരു പ്ലാൻ സഹിതം കൊടുക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് AEയോട് പറഞ്ഞ പ്ലാൻ വരയ്ക്കാൻ ഇന്ന് വരെ ആ പ്ലാൻ ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ അതിനൊരു മറുപടി പറയാം. നമ്മുടെ ഹൈവേക്ക് 15 മീറ്റർ വീതിയിലാണ് KSTB റോഡ് പണിത്. കറിക്കാട്ടൂർ കവലയെ സംബന്ധിച്ചിടത്തോളം 10 മീറ്ററാണ് റോഡിന് വീതി വന്നത്. നിലവിൽ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. നമ്മുടെ ഹൈവേയുടെ വികസനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു മാറ്റേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം പഞ്ചായത്തിൽ സർവേയറെ കൊണ്ട് വില്ലേജിൽ അടപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ താലൂക്ക് സർവേയർ വന്ന് അളന്നു കഴിഞ്ഞപ്പോഴും ആ ഭാഗത്തെങ്ങും പുറമ്പോക്കില്ല. പുറമ്പോക്കായിട്ടൊരു 1/2 സെൻറ്റ് സ്ഥലമാണ്. പിന്നെ ഞങ്ങളുടെ ഭരണസമിതി അതിൻ്റെ ആ സ്ഥല ഉടമയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അവർ വിമുഖത കാണിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട കാഞ്ഞിരപ്പള്ളി MLA ജയരാജ് സാറും ഞങ്ങളും എല്ലാവരും കൂടി അവരുടെ വീട്ടിൽ ഒന്നുകൂടെ പോയി. എന്നിട്ടും അവർക്കൊരു അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. അതാണ് ആ വെയിറ്റിംഗ് ഷെഡിന് സംഭവിച്ചത്. എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട UDF കൺവീനർ ഒരു കാര്യം കൂടെ പറഞ്ഞു. മണിമല പഞ്ചായത്തിലെ ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാതാവ് അല്ല ഇതിൻ്റെ ഉപജ്ഞാതാവ് ശ്രീ KJ ചാക്കയാണ്. വളരെ സത്യമായ കാര്യമാണ്. പക്ഷേ ഇവിടെ ദിവസേന കുഞ്ഞുങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ലോങ് ജമ്പ് കഴിയുമ്പോൾ. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പരിസരവാസിയാണ്. ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് ഇവിടെ കുഞ്ഞുങ്ങൾ സ്ഥിരമായിട്ട് ലോങ് ജമ്പും ഹൈ ജമ്പും ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർ ഓടുന്നത് കണ്ടിട്ടില്ല. ഇവിടെ ഒരു വോളിബോൾ കോർട്ടുണ്ടായിരുന്നു, അവർ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ വോളിബോൾ കോർട്ടിന് ചുറ്റും കാട് പിടിച്ച് അങ്ങോട്ടൊരു ബോൾ പോയി എടുക്കാൻ പോലും പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ആ സ്ഥിതി മാറി. ഞാൻ പറയാം ഇവിടെ പോത്തിനും കന്നുകാലിക്കും ഒക്കെ അപ്പിയിടാനുള്ള ഒരു സ്ഥലമായിട്ട് മാത്രം ഇത് മാറിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആ കോത്തിനെ കന്നുകാലിയെ തീറ്റാനും അപ്പിയിടാനും മാത്രമുള്ളൊരു സ്ഥലമായിരുന്നായിട്ട് മാറി. ആ സ്ഥലത്തെയാണ് ഇപ്പോൾ ഈ രൂപത്തിലാക്കിയിട്ടിരിക്കുന്നത്. വളരെ വീറോടെ പുള്ളി പറഞ്ഞു കേച്ചൊക്കെ ഇവിടെ കൊണ്ടുവന്നതാണ് ഇവിടെ ഇപ്പോൾ. അത് തെറ്റായ ഒരു കാര്യമാണ്. ഇവിടെ കറുകച്ചാൽ സബ് ജില്ലാ കായികമേള ഉൾപ്പെടെ ഈ സ്റ്റേഡിയത്തിലെ 4 പ്രാവശ്യം നടന്നതാണ്. ഇവിടെ സാറ് പറഞ്ഞത് ശരിയാണ്. ഇവിടെ സ്കൂൾ തലത്തിലുള്ള കായിക മേള നടന്ന വർഷങ്ങളുണ്ട്. നിങ്ങൾ ഓർക്കണം, KJ ചാക്കോ എന്നുള്ള മനുഷ്യൻ ഈ സ്റ്റേഡിയം കൊണ്ടുവന്നിട്ട് വർഷം എത്രയായി? അതിനുശേഷം ഈ അവസാന കാലഘട്ടത്തിലാണ് ഇതായത്. ഇതിങ്ങനെ കിടന്നെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദി ആരാ? അതുകൂടെ നിങ്ങളൊന്ന് ചിന്തിക്കണം. അല്ല, ഈ ഒരു കാര്യം മാത്രമല്ല, ഇവിടെ 8 ദിവസം
ഫ്ലെറ്റ് സ്റ്റേഡിയത്തിൽ ഇവിടെ വോളിബോൾ ടൂർണമെൻറ്റ് നടക്കുമായിരുന്നു. ഇവിടെ നല്ലൊരു വോളിബോൾ കോർട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഇവിടെ ടൂർണമെൻറ്റ് കളിച്ചിട്ടുണ്ട്. അതുപോലെ വോളിബോൾ എൻ്റെ ഈറ്റില്ലമായിരുന്നു മണിമലയും കരിക്കാട്ടൂരും. അതുപോലെ ഒന്ന് ഓർക്കണം, ഇവിടെ ഒരു മണിമല ഒരു ചന്തയുണ്ടായിരുന്നു. ആ ചന്ത ഇപ്പോൾ എവിടെ പോയി? വേസ്റ്റ് കൊണ്ടേ അവിടെ ഇടുക. അവിടെ വേസ്റ്റ് ഇടാനായിട്ട് വീണ്ടും കൊണ്ടുവന്നപ്പോൾ ഇവിടെ UDF ഞങ്ങൾ കണ്ടതാ. മണിമല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യം എനിക്ക് പറയാം. ഞാനൊരു 5 മിനിറ്റ് തന്നാൽ എൻ്റെ ഫോണിനകത്ത് UDFിൻ്റെ കാലത്ത് മണിമല മാർക്കറ്റിൻ്റെ അവസ്ഥ ഞാൻ കാണിക്കാം. വാവലിങ്ങനെ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന പോലെ അതിൻ്റെ മേൽക്കൂര മുഴുവൻ ആസ്പെറ്റോ ഷീറ്റ് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ഫോണിൽ അതുണ്ട്, ഞാൻ കാണിക്കാം. അതായിരുന്നു UDFിൻ്റെ കാലത്ത് മണിമല മാർക്കറ്റ്. അവിടെ മാർക്കറ്റിൽ ആരും കയറുന്നില്ലായിരുന്നു. അതിനുശേഷം കോവിഡാനന്തര കാലഘട്ടത്തിൽ നമ്മളവിടെ മാർക്കറ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇവിടുത്തെ വ്യാപാരികളെ പോയി കണ്ടു പലതവണ. അതിനകത്ത് ബന്ധപ്പെട്ട വാർഡ് മെമ്പർ ജോസഫ് സാർ അടക്കമുള്ള ആളുകളുണ്ട്. ഇതിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേറ്റൻറ്റ് വ്യക്തിപരമായി ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് ഭരണപക്ഷത്തെ ആളുകൾ മാത്രം ഏറ്റെടുക്കലല്ല, ആ ചന്തയൊന്ന് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി പല പണികളും നമ്മൾ ചെയ്തു. ഇവിടെ മത്സ്യവ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ ചുങ്കപ്പാറക്കാരൊക്കെ ഉണ്ടെന്നുള്ള മത്സ്യം ആ ചന്തയ്ക്കകത്ത് വെച്ച് വിൽക്കാൻ പറഞ്ഞു. ഇറച്ചി കച്ചവടം ചെയ്യുന്ന നമ്മുടെ അപ്പുറത്തെ പാപ്പച്ചനെ കൊണ്ട് അയാൾ അവിടെ കൊണ്ടുവന്ന് ഇറച്ചി വിൽക്കാൻ പറഞ്ഞു. ഈ ഇറച്ചി വാങ്ങാനും മീൻ വാങ്ങാനും പച്ചക്കറി വാങ്ങാനും ഈ നാട്ടിലെ ആളുകൾ ആരെങ്കിലും ആ ചന്തയ്ക്കകത്തോട്ട് ചെന്നില്ലെങ്കിൽ പിന്നെ അവരുടെ കച്ചവടം നടക്കുമോ? അവർക്ക് ഈ കച്ചവടം നടക്കില്ല, ജീവിക്കാൻ പറ്റൂ. ചന്ത എങ്ങനെ നിന്ന് പോയത്? അതല്ലാതെ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ അല്ല. ഒരു ക്വസ്റ്റ്യൻ LDFിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരോടാണ്. LDFിൻ്റെ ഒരു പ്രവർത്തകൻ ചോദിച്ചു, ടേക്ക് എ ബ്രേക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയ കരാറുകാരൻ കറുകച്ചാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ആ ടേക്ക് എ ബ്രേക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭൂരിഭാഗം വർക്കുകളും സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള വർക്കുകൾ ഏത് കരാറുകാരനാണ് വർക്ക് ചെയ്തത്? ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കാം, ഇല്ല ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. അതിൻ്റെ ആൻസർ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. ഞാൻ ഇപ്പോൾ നമ്മുടെ ഒരു പാനലിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ വേദിയിലും ഈ സദസ്സിലും ഇല്ലാത്ത ആളുകളുടെ പേര് പരാമർശിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേര് പറഞ്ഞാൽ മതിയാകുമെന്ന് പറഞ്ഞാൽ പേര് പറയും. പേര് പറയാൻ മടിയില്ല, പേര് പറയാൻ മടിയില്ല. പക്ഷേ ഒരു റെപ്യൂട്ടഡ് പൊളിറ്റീഷ്യന്റെ പേര് ഇതിലേക്ക് വലിച്ചടക്കേണ്ടെന്നുള്ളതുകൊണ്ട് ഒരു മാന്യത ആ കാര്യത്തിൽ വെച്ച് പുലർത്തുന്നു. പേര് പറയണോ നിങ്ങൾ വാശി പിടിച്ചാൽ പറയും. രണ്ട് കരാറുകാർ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒന്ന് ജോർജ് തോമസ്, ബിജു തോമസ് ആണെന്ന് എനിക്ക് തോന്നുന്നു, അവരാരോ ചേട്ടൻ അതിന് ഒരാൾ ഒരു എഴുതുന്നുണ്ട്. മനോജ് തോമസ് കോയിപ്പുറത്ത് എന്ന് പറയുന്ന ആളും കരാറെടുത്തിട്ടുണ്ട്. അതാണ് ശരി, അതാ ശരി. അല്ലെങ്കിൽ പറയട്ടെ, അല്ലെങ്കിൽ പറയട്ടെ, അല്ലെങ്കിൽ വാസ്തവവിരുദ്ധമാണെങ്കിൽ ഞാനീ പറഞ്ഞ വാസ്തവവിരുദ്ധമാണെങ്കിൽ ജോസഫ് സാർ പറയണം. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞ വാസ്തവവിരുദ്ധമാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പേരുകൾ വാസ്തവവിരുദ്ധമാണെന്നുണ്ടെങ്കിൽ ജോസഫ് സാറിന് ക്ലാരിഫൈ ചെയ്യാം. ജെയിംസ് കളവാണ് പറഞ്ഞതെന്ന് പറയാം. പോണ്ട. ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി. നിങ്ങൾ ഒരു മിനിറ്റ്, ഞാൻ ദയവേത് ഒരു കാര്യം പറഞ്ഞു. അനൂപേ, ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ അല്ല അശ്വതി ഒരു മിനിറ്റ് പ്ലീസ് പറയട്ടെ. ഞങ്ങളൊക്കെ ജനപ്രതിനിധികളും ഒന്ന് പറയട്ടെ. എന്റെ അനൂപ ഒന്ന് പറയട്ടെ. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇവിടെ ഈ പാനലിൽ നിൽക്കുന്ന ആളുകൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളാണ്. ഈ പൊതുസമൂഹത്തിന്റെ എല്ലാവിധ ആവലാതികൾ കേൾക്കാനും ഒരു മറുപടി പറയാനും ബാധ്യസ്ഥരായ ആളുകളാണ്. ആ നിലയ്ക്ക് പറയും. പക്ഷേ ഞാൻ പറയട്ടെ, അനൂപ് പറയട്ടെ, ഇവിടെ ഇല്ലാത്ത ആളുകളുടെ പേര് നമ്മൾ ഇവിടേക്ക് വലിച്ചഴക്കുന്ന അനുചിതമാണെന്നുള്ളതാണ് എന്റെ ബോധ്യം. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ പറയാതിരുന്നത്. പിന്നെ അത് പറയിച്ചാണെന്ന് ഫെമി നിർബന്ധം പറഞ്ഞോട്ടാ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ജെയിംസ് ഏട്ടാ അങ്ങനെയാണെങ്കിൽ അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ നിലപാടെടുത്തപ്പോൾ നിങ്ങളുടെ പ്രവർത്തകൻ ആ പേര് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബീവിനെ പറയട്ടെ അവനുന്നയിച്ചു. അത് ഉന്നയിച്ച ചോദ്യം ചോദിപ്പിച്ചതാണ് ഞങ്ങൾക്കറിയാം. അത് വിട്. അത് രണ്ടാമത്തെ കാര്യം, ചോദ്യം ചോദിപ്പിച്ച ആ നിർമ്മാണ പ്രവർത്തനത്തിൽ രണ്ട് രീതിയിൽ കൊട്ടേഷൻ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം അതിൻ്റെ സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊട്ടേഷൻ നടന്നു. ആ കൊട്ടേഷൻ എടുത്തിരിക്കുന്ന വളയമാണ് എടുത്തിരിക്കുന്നത് ആണല്ലോ, അതിൽ തർക്കമില്ല, എനിക്കും തർക്കമില്ല. രണ്ടാമത്തെ അത് ACP വർക്കും ഗ്ലാസ് വർക്കും ഉൾപ്പെടെയുള്ള വർക്ക് നിർമ്മാണ പ്രവർത്തനമാണ്.
പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എടുത്തതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ലേ അപ്പോൾ? അത് ശരിയല്ലേ അത്? ഞാനും സമ്മതിച്ചില്ല. പക്ഷേ അതിന്റെ അല്ല മൊത്തം പറയട്ടെ ഇവരെ മൊത്തം പറയട്ടെ മൊത്തം പറയട്ടെ. ഒരു നിർമ്മാണ പ്രവർത്തനം എടുത്തിട്ട് അത് എടുത്ത 2 വ്യക്തികളിൽ ഒരാളുടെ പേര് പറയുന്നത് ശരിയാണോ? ഒരു നിർമ്മാണ പ്രവർത്തനം പഴിപോയി. അത് വേണ്ട. അടുത്ത ചോദ്യം അദ്ദേഹത്തെ കൊണ്ട് രണ്ടാമത്തെ പരസ്പരം ചർച്ചയിലേക്ക് പോലും ക്വസ്റ്റ്യൻ ചോദിക്കണം, അല്ലാതെ പരസ്പരം ചർച്ചയിലേക്ക് പോലും ക്വസ്റ്റ്യൻ അല്ല പറയുന്നത്. രണ്ടാമത്തെ വർക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവ് എടുത്തു എന്ന് ഞങ്ങൾ സംഭവിച്ചു. പുള്ളിയാണ് ചെയ്തത്. ആ വർക്ക് എടുത്തപ്പോൾ ഈ ടെൻഡർ നടന്നപ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും നിങ്ങൾ ആരോപിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ ടെൻഡറിൽ നിന്ന് പിന്മാറണമെന്നും വളയം ജോർജ് കുട്ടിക്ക് ആ വർക്ക് കൊടുക്കണമെന്നും നിലപാട് സ്വീകരിച്ച ഭരണസമിതിയോ ഇവിടെ കൊണ്ട് നിർത്തി ഇതിങ്ങനെ ഇവിടെ ഈ പ്രധാനമായി ഇത്തരം ചർച്ചകൾ വരുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്കറിയാം ഇവിടുന്ന് പള്ളിപ്പടി തൊട്ട് നെല്ലിത്താനത്തിന് കിടക്കുന്ന റോഡ്, മണിമല നെല്ലിത്താനം റോഡ്, അതോടൊപ്പം തന്നെ ഇവിടുന്ന് അപ്പുറത്തേക്ക് നമ്മുടെ കരിക്കാട്ടൂർ പിന്നെ പുലിക്കല്ല് റോഡ്, ഈ റോഡിനെ കുറിച്ചല്ല ഇവിടെ സോഷ്യൽ മീഡിയയിൽ എല്ലാ ദിവസവും വാർത്തകൾ വരിക. ആ വാർത്തകൾ വരുമ്പോൾ നമ്മൾ കാണേണ്ടത് പഞ്ചായത്ത് ഭരണസമിതിയോ സർക്കാരോ അതിന് ഉത്തരവാദിയല്ല. ആ വർക്കുകൾ ടെൻഡർ ചെയ്തു. 30 ലക്ഷം രൂപയുടെ 40 ലക്ഷം രൂപയുടെ വലിയ വർക്കുകളാണ്. ആ വർക്കെടുത്ത കരാറുകാർ സമയബന്ധിതമായി പണി പൂർത്തീകരിക്കുന്നില്ല. ഞാനത് പറഞ്ഞത് ഈ കരാറുകാരെ പാടെ അധിക്ഷേപിക്കാൻ പറഞ്ഞതല്ല. ആ കരാറെടുത്തിട്ടുള്ള ആൾക്ക് ചിലപ്പോൾ ഒരു പ്രകൃതി ഈ പറയുന്ന മഴയും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പം അത് പറയുമ്പോൾ ഫെമി പോകരുത്, അത് കേൾക്കണം. അതാ കാര്യം. അതിന് ഒരു കരാറുകാരൻ്റെ കാര്യം കരാറെടുത്ത ആൾ ഞങ്ങളുടെ പാർട്ടിക്കാരായതുകൊണ്ട് മിണ്ടരെന്ന് പറയുന്നത് ശരിയല്ല. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചേട്ടനോടാണ് ചോദിക്കുന്നത്. കുറെ മുമ്പ് ജെയിംസ് ചേട്ടനോട് സംസാരിച്ചു, ജലജീവൻ മിഷന്റെ ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ലാന്ന്. എനിക്കൊരു ചോദ്യമുള്ളൂ, എത്ര രൂപ കേന്ദ്രത്തിൽ നിന്ന് ഈ പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം, ഇനി എത്ര രൂപ കിട്ടാനുണ്ടെന്ന് പറയണം. അത് കൃത്യമായിട്ട് പറയേണ്ടത് ജെയിംസ് പി സൈമൺ തന്നെയാണ്. ഞാൻ പറയാം. എന്നാ അശ്വതി ഒരു കാര്യം മനസ്സിലാക്കിയോ? എല്ലാവർക്കും അല്ല പറഞ്ഞ മനസ്സിലായി. അശ്വതിയാണല്ലോ ചോദ്യകർത്താവ്, അതുകൊണ്ട് പറഞ്ഞ എൻ്റെ പേര് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് ഞാനൊക്കെ പറഞ്ഞു എന്നുള്ളൂ. ക്ഷമിക്കേ. ഇപ്പോൾ ജലജീവൻ മിഷൻ്റെ പദ്ധതി നടപ്പിലാക്കുന്ന പഞ്ചായത്തല്ല, വാട്ടർ അതോറിറ്റിയാണ്. അതിനൊരു പ്രോജക്റ്റ് ഉണ്ട് ജില്ലയിൽ. വാട്ടർ അതോറിറ്റിയുടെ ജില്ലാ ഓഫീസിൽ ഒരു പ്രോജക്റ്റാണ് ജലജീവൻ മിഷൻ്റെ പ്രോജക്റ്റ്. അവർക്കാണ് ഫണ്ടിൻ്റെ ലഭ്യതയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്നത്. ആ കരാറെടുത്ത ആളുടെ പേരും ജെയിംസ് എന്നാണ്. അയാൾ മുക്കട ആലയങ്ങൾക്കടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അയാളുടെ തൊഴിലാളികൾ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അവർ പട്ടിണി അനുഭവിക്കുന്ന ഗതികേടിലേക്ക് വന്നു. അയാൾ എന്നോട് പറഞ്ഞത്, ഇനി എൻ്റെ ഒരു പിക്കപ്പ് വാൻ കൂടിയേ വിൽക്കാനുള്ളൂ, അതുകൂടെ വിറ്റ് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും മക്കളും ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ അദ്ദേഹത്തിന് ഫോൺ നമ്പർ തരാം, നിങ്ങൾ വേണമെങ്കിൽ ആരെങ്കിലും സൗഹൃദം അതോട് വിളിച്ച് ചോദിച്ചു. പഞ്ചായത്തിന് കേന്ദ്ര ഗവൺമെന്റ് ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് ഫണ്ട് തരാനുണ്ട്, അത് തന്നു കഴിയുമ്പോൾ പണി പൂർത്തി എത്ര രൂപ തരാനുണ്ടെന്നാണ് ചോദ്യം. കോൺട്രാക്ടറോടല്ലേ ചോദിക്കേണ്ടത്, എന്നോടല്ലോ. പൈസ കിട്ടാനുള്ള കോൺട്രാക്ടറോട് വേണ്ട കാര്യങ്ങൾ ചോദിക്കാം. അത് കരാറുകാരനോട് ചോദിക്കണം. അദ്ദേഹമാണെന്ന് പറയുന്നത്, എന്നോട് പറഞ്ഞത് അയാളാണ്, അദ്ദേഹത്തോട് ചോദിക്കണം. നാളെ ഇത് തിരുത്തി പറയരുതേ. നാളെ തിരുത്തി പറയാം. നമ്മളെല്ലാവരും ഇവിടെ കാണുന്നവരല്ല, ആരും ഒന്നും പോവുകയല്ലോ. എനിക്ക് ഇവിടെ ഈ പഞ്ചായത്ത് ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ആളുകളോടാണ് ചോദിക്കാനുള്ളത്. ഇവിടെ നമ്മൾ ഒരു സ്റ്റേഡിയത്തിൻ്റെ കാര്യം പറഞ്ഞു, വലിയൊരു ടർഫൊക്കെ ഉണ്ടാക്കി, കുട്ടികളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു, ഒക്കെ നല്ല കാര്യം. ഇവിടെ ഈ സാധാരണക്കാർ ഒത്തിരി പേര് താമസിക്കുന്ന ഒരു ഏരിയ. ഇവിടെ സ്വന്തമായിട്ട് കുളിമുറി ഇല്ലാത്തവരും സ്വന്തമായിട്ട് വാഷിംഗ് മെഷീൻ ഇല്ലാത്തവരും ഒക്കെ സ്ഥിരമായി കുളിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കടവ്. ഇവിടെ ഇപ്പോൾ ഒരു കുളിക്കടവ് പോലുമില്ല. ഇതെല്ലാം കെട്ടിയടച്ച് ഇവിടുത്തെ ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഇതെല്ലാം മാറ്റി സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നിങ്ങൾ ഇത്രയും വികസന പ്രവർത്തനം ഈ പഞ്ചായത്ത് നടത്തിയപ്പോൾ ന്യായമായിട്ട് ഈ മണിമലയാറ്റിൻ്റെ ഇവിടെ ഒരു 100-ൽ പരം കുടുംബങ്ങൾ ഇവിടെ വന്ന് ഉപയോഗിക്കുന്ന ഒരു കടവാണ്. അവിടെ ഒരു കുളിക്കടവെങ്കിലും നിങ്ങൾ കുളിക്കടവിൻ്റെ കാര്യം എങ്ങനെയും സാധിച്ചു കൊടുക്കാമെന്നാണ് ചോദിക്കുന്നത്. റോയ്സ് ചേട്ടൻ പറഞ്ഞ കാര്യം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഈ 2025 പറയാം 2025 ഡിസംബർ മാസം 20-ാം തീയതി മണിമല പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതിയ ഭരണസമിതി ചുമതല ഏൽക്കുമ്പോൾ നമുക്കവിടെ കുളിക്കടവ് കെട്ടാനുള്ള പദ്ധതി ആദ്യമായി ആവിഷ്കരിക്കും. താങ്കളോട് ആ കാര്യം പറയുകയാണ്. നമ്മുടെ പുതിയ ഭരണസമിതിയോട് നമ്മുടെ LDF ഭരണസമിതിയോടാണ് ചോദിക്കുന്നത്. നമ്മുടെ മാർക്കറ്റിൽ മാലിന്യം കൊണ്ട് തള്ളുന്ന ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയാണ്. വേറെ ഒന്നുമല്ല,
ഇന്നാളെ ഒരു തള്ളുന്ന വെച്ചാൽ അവിടുത്തെ സമീപവാസികൾ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിനകത്ത് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജെയിംസ് ഏട്ടൻ സഹിതം ഇത് വന്ന് കാണുകയും, പക്ഷേ അദ്ദേഹം വളരെ ധാർഷ്ട്യത്തോടുകൂടി തന്നെ ഇതിവിടെ തന്നെ ഇടും എന്നുള്ള ഒരു മസിൽ പിടിച്ച് ഉള്ള ഒരു ഷോ അവിടെ കാണിച്ചു. പക്ഷേ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ, ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ആ വേസ്റ്റുകൾ അവിടെ കൊണ്ടിടുന്നെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് മാറ്റി വേറൊരു സംവിധാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയോ ഇല്ലയോ എന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒരു കാര്യം. രണ്ടാമത് ഈ സ്റ്റേഡിയം ഒരുപക്ഷെ ഇവിടെ വോളിബോൾ തങ്കച്ചാൻ ചോദിച്ചു, ഞങ്ങളെല്ലാം ഒന്നിച്ച് ഇവിടെ വോളിബോൾ കളിച്ച് നടന്നാൽ ശരിയാണ്. ആ കാലഘട്ടങ്ങളിൽ ക്രിക്കറ്റ് കളി എല്ലാം അവിടെ സ്റ്റേഡിയം നല്ല അടിപൊളിയായിട്ട് കിടക്കുമായിരുന്നു. അവിടെ സ്കൂളിലെ കായിക മത്സരങ്ങൾ, സബ് ജില്ലാ കായിക മത്സരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണിമല ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിലെ കുട്ടികളെ കായിക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നതും ഈ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ അങ്ങേയറ്റത്തെ പ്ലാവിൻ്റെ ചുവട്ടിൽ ഹൈജമ്പ് ചാടാനുള്ള സംവിധാനങ്ങൾ ആ കാലയളവിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പം കാണിച്ചത് ഓരോ ടർഫുണ്ടാക്കി ആ സ്റ്റേഡിയത്തിൻ്റെ എല്ലാ ഇതും കളഞ്ഞുകൊണ്ടാണ് ഈ ടർഫുണ്ടാക്കിയിരിക്കുന്നത്. ഈ ടർഫുണ്ടാക്കി ഈ ഇത്രയും പണി കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങൾ കയറി കളിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. രണ്ടാമത് ഒരു പ്രസിഡന്റ് പറഞ്ഞത് പോലീസ് സ്റ്റേഷനെ വിളിപ്പിച്ച് പോലീസുകാരെ കൊണ്ട് കളിക്കുന്ന പിള്ളേരെ പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു. പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഈ ടർഫ് ഉണ്ടാക്കി എന്തിനാണ്, അല്ല പുച്ഛിക്കാൻ പറയുന്നതല്ല, പുച്ഛിക്കാൻ പറയുന്നില്ല, നടന്ന കാര്യമാണ് പറയുന്നത്. ഈ നാട്ടുകാരായോണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് പണിതുകൊണ്ടിരുന്നപ്പോൾ എത്ര ഭരണസമിതി അംഗങ്ങൾ ഇതിന് പണി എത്രയായെന്ന് നോക്കാൻ പോലും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ മറുപടി സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് പറയാം. ഇനി ആർക്കെങ്കിലും ജിബി പറഞ്ഞ ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം. ഒന്ന്, നിങ്ങൾ ഈ പറഞ്ഞ ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ ചാടാനുള്ള പിറ്റ്, അതൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. റോസിയേട്ടനോട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുതിയ ഭരണസമിതി ഇപ്പോൾ വരും, വന്നാലോ നമുക്ക് ആ കാര്യം ചെയ്യാം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഖവേലയ്ക്ക് എടുക്കുന്നു, അതെല്ലാം ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ ഈ MCFൻ്റെ കാര്യമാണ് ജിബി പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, അവിടെ MCFൽ മാലിന്യം നിക്ഷേപിക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്നും രണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇരിക്കുക, അവർ ശുദ്ധമായ പ്ലാസ്റ്റിക്കാണ് മതി. എൻ്റെ വീട്ടിൽ പാല് വാങ്ങിക്കുന്നതും മറ്റു തരത്തിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കഴുകി വൃത്തിയാക്കി കൊടുക്കും. നമ്മളെല്ലാവരും അങ്ങനെ കൊടുക്കുന്നവരാ. അങ്ങനെ കഴുകി വൃത്തിയാക്കി ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുന്ന പ്ലാസ്റ്റിക് ഇവിടെ ഉള്ളിടത്ത് താൽക്കാലികമായി സൂക്ഷിക്കാൻ വന്നപ്പോൾ അത് മാലിന്യം ഡംപ് ചെയ്യാൻ പറയാമെന്ന് പറഞ്ഞ് രാഷ്ട്രീയ ലാക്കോടുകൂടി നിങ്ങളവിടെ വന്ന് എതിർത്തപ്പോഴാണ് ഞാനവിടെ വന്ന് നിങ്ങളോട് അല്പം പരുഷമായി സംസാരിക്കേണ്ടി വന്നത്. ഒരു മിനിറ്റ് സാറേ, ഞാൻ പറയുന്നത് ലെഗസി വേസ്റ്റ് ഇല്ല. ലെഗസി വേസ്റ്റ് KCCLുമായിട്ട് ബന്ധപ്പെട്ട് ആ കമ്പനിക്ക് കൊടുത്തുവിടുക ചെയ്യുന്നത്. അതൊന്നും ഇവിടെ ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ഒരു കാര്യമില്ല. ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ട് എല്ലാവരും പറയട്ടെ ഞാൻ പറയട്ടെ ദുർഗന്ധമുണ്ടോ അവിടെ? അതൊക്കെ മനസ്സിലായി. ഈ പരിപാടി നടപ്പിലാക്കാതിരിക്കാൻ നിങ്ങൾ ചെയ്തൊരു പണിയാ. ഞാൻ പിന്നെ വേറെ കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ കേൾക്കാം. ഒറ്റ കാര്യം കൂടെ ഈ മറുപടി ഒന്ന് പറഞ്ഞോട്ടെ. ഒറ്റ കാര്യം കൂടെ പ്ലീസ്. ജോജ ഒരു മിനിറ്റ്. സതീഷ് അവിടെ നിന്ന് കൈയടിക്കുന്നത് ഞാൻ കണ്ടു. സതീഷിന്റെ കൈയടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ MCF വളകൊടിച്ചതിൽ പണിയാൻ വന്ന സതീഷ് സമരത്തിന് മുൻകൈ എടുക്കുമെന്ന് എന്നോടൊന്ന് പറയണം. അതോ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാം. മണിമലയെ നമുക്കിത് മോചിപ്പിച്ച് വളകൊടിച്ചതിലെവിടെങ്കിലും MCF പണിയാം എന്ന് സതീഷ് സമ്മതിക്കണം. കൈയടിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ഥലങ്ങളുണ്ടല്ലോ, അതാണ് കാര്യം. മണിമല പഞ്ചായത്തിൽ മണിമല പഞ്ചായത്തിൽ മാത്രമുള്ള പരിപാടിയല്ല. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഹരിതകർമ്മസേനയുണ്ട്, പ്ലാസ്റ്റിക് ശേഖരിക്കുന്നുണ്ട്, അതാത് പഞ്ചായത്തിൽ തന്നെ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. മണിമല പഞ്ചായത്തിലെ പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളും വെള്ളാവൂർ കൊണ്ടുപോയി വെക്കാൻ പറ്റിയല്ല. ഇവിടെ ഓരോ മെമ്പർമാരും അവരവരുടെ വാർഡിൽ ഇത് വേണ്ട എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഞാൻ കേൾക്കുമായിരുന്നു, എൻ്റെ വാർഡിൽ പട്ടയമുള്ള 1 സെന്റ് സ്ഥലം പോലും ഇല്ല. അവിടെ കോളനി അനുവദിച്ച സ്ഥലമല്ലാതെ പൊതുവായ ഒരു സ്ഥലവും നമുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അതങ്ങനെ ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ആ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അതാ ചെയ്യേണ്ടത്. ശരി, എനിക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ മെമ്പറോടും അതുകൊണ്ട് പ്രസിഡന്റിൻ്റെ നോമിനിയായിട്ട് വന്നിരിക്കുന്ന മുൻ പ്രസിഡന്റിനോട് ചോദിക്കാനുള്ളത്. എനിക്ക് ഞങ്ങളുടെ വാർഡ് മെമ്പറായിട്ടുള്ള ജെയിംസ് ചേട്ടനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ വാർഡിൽ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. 1 കോടി രൂപ മുടക്കി പണിത. അത് 1 കോടി രൂപ മുടക്കി പണിതിട്ട് ഒരു പട്ടിക്കുഞ്ഞുങ്ങൾ പെറ്റി കിടക്കുകയല്ലാതെ
അത് ആർക്കെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? അതിന്റെ അതിന് ഇപ്പം 35 ലക്ഷം രൂപ അനുവദിച്ചെന്ന് പറഞ്ഞ് നിലവിലെ ബ്ലോക്ക് മെമ്പർ കൊണ്ട് ഫ്ലെക്സും വെച്ചിട്ടുണ്ട്. ഈ പൈസ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? കോളനിക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മണിമല പഞ്ചായത്തിനോ ആർക്കെങ്കിലും? അതൊരു കാര്യം ചോദിച്ചോട്ടെ. പൊന്തമ്പുഴയിൽ ഒരു ഹോട്ടൽ തുടങ്ങി. ആ പ്രദേശത്ത് പകലും രാത്രിയില്ലാതെ നല്ല ദുർഗന്ധമാണ്. പണ്ട് പ്ലാച്ചേരി വനത്തിലുണ്ടായിരുന്നേക്കാട്ടി ദുർഗന്ധമാണ് കവലയ്ക്ക്. പ്രസിഡന്റിനോട് നേരിട്ട് പരാതി പറഞ്ഞു. പലരും അവിടെ ഹെൽത്തുകാരെ കൊണ്ട് വന്നു. എന്തെങ്കിലും ഒരു നടപടി പഞ്ചായത്തിൻ്റെ ഒരു സാധാരണക്കാരൻ്റെ കടയാണെങ്കിൽ 25,000 രൂപ ഏറ്റവും കുറഞ്ഞ ഫൈൻ അടിക്കും. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ വന്നിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ്, ഈ കമ്മ്യൂണിറ്റി ഹാളുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. ഷിജു പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ കമ്മ്യൂണിറ്റി ഹാൾ പഞ്ചായത്ത് പണിതോ അല്ല. പഞ്ചായത്തിന് അതിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായി ഞാൻ പറയട്ടെ ഷിജു. പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് അതിൽ ചെലവഴിച്ചിട്ടുണ്ടോ? 1 കോടി രൂപ അംബേദ്കർ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി സങ്കേതങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ, അവിടുത്തെ ഭൗതിക സാധനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി 1 കോടി രൂപ 140 നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ അനുവദിച്ച് 1 കോടി രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ കമ്മിറ്റി കൂടി. ഷിജു, ഞാനന്ന് അവിടുത്തെ മെമ്പറല്ല, അന്ന് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ അവിടെ ഷിജു ഉൾപ്പെടെയുള്ള ആളുകൾ കൂടിയിരുന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ വേണമെന്ന് പറഞ്ഞത്. കമ്മ്യൂണിറ്റി ഹാളിന് ഇതുപോലെ ആംഗ്ലർ ഫിറ്റ് ചെയ്ത് മേൽക്കൂര ഇടുന്ന കാര്യം പറഞ്ഞില്ല, വാർത്ത മതിയാകുമെന്ന് പറഞ്ഞു. എന്തായാലും ആ പണിയെല്ലാം കഴിഞ്ഞു. ആ പണി പൂർത്തീകരിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അവർ പട്ടികജാതി വികസന വകുപ്പാണ് അതുമായി ബന്ധപ്പെട്ട് ഉത്തരം പറയേണ്ടത്. പഞ്ചായത്ത് ഭരണസമിതി ഇനി ഷിജു നാളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ആ കാര്യത്തിലൊന്നും നിങ്ങളെ കൊണ്ട് ചെയ്യാനില്ല. എന്നാൽ പണി പൂർത്തീകരിക്കാൻ പഞ്ചായത്തിൻ്റെ ഒരു 50 ലക്ഷം ഇരിക്കട്ടെ എന്ന് നമുക്ക് പറയാനും കഴിയില്ല. എനിക്ക് ബഹുമാനപ്പെട്ട ജെയിംസ് പി സൈമണോട് തന്നെയാണ് സംസാരിക്കാനുള്ളത്. നിങ്ങൾ MCF കാര്യം മുമ്പ് ഇവിടെ സംസാരിച്ചു. MCF ഇവിടെ കൊണ്ട് ആദ്യം ഈ വേസ്റ്റ് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് വെച്ചപ്പോൾ ഇതിനൊരു അടയറവും ഇല്ലാതെ വെറുതെ തുറന്ന് അലക്ഷ്യമായിട്ട് ഇവിടെ ഇട്ടിരിക്കുകയായിരുന്നു. ഇത് കാക്കയും അതുപോലെ തന്നെ പട്ടിയും എല്ലാം വലിച്ചുകൊണ്ട് നടന്ന് ഈ പ്രദേശം മുഴുവൻ പല വീടുകളിലെ കിണറുകളിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് കാക്ക കൊണ്ടിട്ടു. ഇവിടുത്തെ കുടിവെള്ളം കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്ന പലരും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങൾ ആ വിഷയം പഞ്ചായത്തിൽ പരാതിയായിട്ട് തന്നപ്പോൾ നിങ്ങൾ താൽക്കാലിക സംവിധാനം എന്നൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ഒരു കോൺട്രാക്ടർക്ക് അത് സ്ഥിരമായി കെട്ടിയടച്ച് അതിനായിട്ട് സ്ഥിരമായിട്ട് സൂക്ഷിക്കാനുള്ള സംവിധാനം നോക്കി. ഇവിടുത്തെ പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങിയതുകൊണ്ടാണ് നിങ്ങളെന്നാ അവിടുന്ന് അത് താൽക്കാലികമെന്നുള്ള രീതിയിൽ വീണ്ടും ആക്കിയത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഇപ്പം മുമ്പ് സതീശനോട് ചോദിക്കുന്നത് കേട്ടു, വളകോടി ചതുപ്പിൽ അനുവദിക്കും. വളകോടി ചതുപ്പിൽ ജനതാമസമുള്ള സ്ഥലമല്ലേ? നിങ്ങൾ ഈ പഞ്ചായത്ത് ഒരു ഭരണസമിതിയിൽ അധ്യക്ഷനായിട്ടിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ പഞ്ചായത്തിൽ ഈ മാലിന്യം സംസ്കരിക്കാനുള്ള ഏതെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാതെ ഇവിടെ വരുന്ന ഒരാളോട് അയാളുടെ വീട്ടിൽ കൊണ്ടുവെക്കണം എന്നുള്ള രീതിയിലല്ലേ സംസാരിച്ച്? അത് വളരെ അങ്ങനല്ല. റോയ്സിയേട്ടൻ പറഞ്ഞ ആദ്യ പകുതി ശരിയാണ്. ആദ്യ പകുതിയിലെ കാര്യങ്ങൾ ശരി. അതായത് നമ്മുടെ ഈ MCFൻ്റെ പ്ലാസ്റ്റിക് അവിടെ കൊണ്ടിട്ട സ്ഥലത്ത് ഈ പ്ലാസ്റ്റിക് അവിടെ ചാക്കിനകത്ത് വെച്ചിരുന്നെങ്കിൽ ചാക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് വെളിയിലോട്ട് വന്നു. അപ്പോൾ ഇവർ പരാതിയായിട്ട് വന്നു. ആ പരാതി ന്യായമാണ്. അതിന് വേറെ പരിഹാരം കാണാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായി. നമ്മൾ പദ്ധതി വെച്ച് ആ പ്ലാസ്റ്റിക് സൂക്ഷിക്കുന്ന കെട്ടിടത്തിന് മെഷ് അടിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വയറ് തള്ളി നിൽക്കുന്ന പോലെ പ്ലാസ്റ്റിക് തള്ളി നിൽക്കാതെ അതെല്ലാം അതിനകത്ത് തന്നെ നിൽക്കാൻ വേണ്ടി മെഷ് അടിക്കാൻ വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതിയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളെപ്പോലുള്ള ആളുകളെല്ലാം കൂടെ അവിടെ വന്ന് ആ പദ്ധതി ഞങ്ങളെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയില്ല, നിങ്ങളെ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള വാദമുഖങ്ങളുമായി വന്നത്. അവിടെ നമ്മളൊരു മത്സ്യ കർഷകർക്ക് അവരുടെ നാട്ടിൻപുറത്തെ മത്സ്യങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു സ്റ്റാൾ അനുവദിച്ചു. സ്റ്റാളിൽ വരുന്ന ആളുകൾക്ക് ഈ പ്ലാസ്റ്റിക് എല്ലാം ഇങ്ങനെ വീർത്ത് നിൽക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി അത് വൃത്തിയായി സൂക്ഷിക്കാൻ അവിടെ മെഷ് അടിച്ച് ഗ്രീൻ നെറ്റ് ഇട്ട് അത് മറച്ച് താൽക്കാലികമായി ആ കാര്യങ്ങൾ താൽക്കാലികമായതായതുകൊണ്ടാണ് ഗ്രീൻ നെറ്റ് പഠിക്കുന്നു മെഷ് അടിക്കുന്നു, അല്ലെങ്കിൽ കെട്ടിയടച്ചാൽ മതി. അത് ആ രീതിയിൽ അങ്ങനെ ചെയ്യണം. പഞ്ചായത്ത് ഭരണസമിതി ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മുഴുവൻ മെമ്പർമാരോടും പറഞ്ഞു 5 വർഷമായിട്ടും മുഴുവൻ മെമ്പർമാരോടും കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലം കണ്ടെത്താൻ പറഞ്ഞു. സ്ഥലം കണ്ടെത്തിയില്ല. വഞ്ചികപ്പാറയിൽ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പം UDFൻ്റെ തന്നെ പഞ്ചായത്ത് മെമ്പർമാർ പറഞ്ഞു ഞാൻ ആത്മാഹുതി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതെവിടെ കൊണ്ടിടേണ്ടത്? സമയക്കുറവുള്ളത് കൊണ്ട് തന്നെ ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പിന്നെ ചെയ്യണ്ടേ? അത് വേണ്ടേ? അത് പണിയണ്ടേ? അവിടെ അത് ചെയ്യണ്ടേ? വൃത്തിയാക്കി ഇടണ്ടേ? അതല്ല മൈക്കില്ലാതെ പറഞ്ഞാൽ അവിടെ ഒന്നും കിട്ടില്ല, റെക്കോർഡ് ചെയ്യപ്പെടില്ല. അതാണ് പ്രശ്നം. ബഹുമാനപ്പെട്ട ജെയിംസ് ചേട്ടന് എന്നാ പറഞ്ഞാലും മറുപടി ഉണ്ട്. പക്ഷെ അതിനകത്തൊരു യാഥാർത്ഥ്യമില്ല. അത് അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്ന കാര്യം അവിടെ പ്രശ്നമുണ്ടാക്കി എന്ന് പറയുന്നത് ശരിയല്ല. പ്രശ്നമുണ്ടാക്കിയ ആവലാതി
വേസ്റ്റ് കൊണ്ട് ഇടുന്നതുകൊണ്ടുള്ള ആവലാതികൾ അവിടുത്തെ താമസിക്കുന്ന ആൾക്കാരാണ് ആദ്യം വന്നത്. അല്ലെന്ന് ജെയിംസ് ഏട്ടൻ നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? രണ്ടുപേർ കൂടെ മൈക്ക് കൊടുക്കും, രണ്ടുപേർ കൂടെ ആർക്കെങ്കിലും. അവിടെ താമസിക്കുന്നതല്ല, പൊളിറ്റിക്കൽ ഇന്റൻഷനോടുകൂടി ഞാൻ പറയാം, പൊളിറ്റിക്കൽ ഇന്റൻഷനോടുകൂടി മുക്കട 6-ാം വാർഡിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആ സമരത്തിന് വന്നു. എന്നോട് ഞാൻ അവരുടെ പേരും കൂടെ വേണേൽ പറയാം, ഫെമി അല്ല പിന്നെ ജിബി. നിങ്ങൾ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റോട് കൂടി വന്നു. ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളാണെങ്കിൽ ഓക്കെ, ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാ വാദവും അംഗീകരിച്ച് മാറും. പൊളിറ്റിക്കൽ ഇന്റൻഷനോടുകൂടി 6-ാം വാർഡിൽ അടക്കമുള്ള ആളുകൾ വന്നു. എൻ്റെ കുടുംബ വീടിന് അയലോകത്ത് താമസിക്കുന്ന ആളുകൾ വന്നു. അവരെന്തിനാ ഇവിടെ വന്ന് ഈ സമരം നയിക്കുന്നത്? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം ചോദിക്കുന്നത് UDF പ്രതിനിധികളോടും BJPയോടുമാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ ഒരു MP ഉണ്ട്, കാണാനില്ല. BJPക്ക് MP ഇല്ല. പക്ഷേ BJPക്ക് കേന്ദ്രമന്ത്രിമാരുടെ അഭിമാനത്തോടെ കൊടുക്കുന്നത് ഒരു പദ്ധതിയെങ്കിലും കൊണ്ടുവന്നത്. നിങ്ങൾ ഈ ജലജീവൻ മിഷനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ നാടിന് അനുഭവിക്കുന്ന നിരവധി ദുരിത പ്രശ്നങ്ങളുണ്ട്. മുമ്പേ ജെയിംസ് പറഞ്ഞ പട്ടയ പ്രശ്നം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. BJP എന്ത് നിലപാടാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത്? ഇവിടുത്തെ UDFന്റെ MP എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്? പാർലമെന്റിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ? നിങ്ങൾ BJP ഇപ്പോൾ വരുന്നു, BJP ഇവിടെ ഒരു സമരം ചെയ്തിട്ടുണ്ടോ? BJP ഇപ്പോൾ വന്നിരിക്കുക. അങ്ങനെ ഒരു കാര്യത്തിലും അഭിപ്രായം പറയാൻ പോയത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ സ്റ്റേഡിയത്തിന്റെ ഈ സ്റ്റേഡിയം UDFന്റെ കാലത്ത് താഴിട്ട് പൂട്ടിക്കെട്ടിയിരുന്ന സ്റ്റേഡിയമാണ്. ഇപ്പൊ ഇത് നിരവധി കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന ഇതായി. ഇനിയൊരു കാര്യം കൂടെ പറയട്ടെ. ആശുപത്രി 2016 കാലഘട്ടം ആശുപത്രിയുടെ സ്ഥിതി എന്തായിരുന്നു? കഴിഞ്ഞ UDF കാലഘട്ടത്തിൽ ആശുപത്രിയുടെ സ്ഥിതി എന്തായിരുന്നു? ഇപ്പൊ ബിൽഡിംഗ് വന്നു, കറിക്കാട്ടൂർ ആശുപത്രി, കറിക്കാട്ടൂർ ഒരു ബിൽഡിംഗ് പണിയുമെന്ന് പറഞ്ഞ് എത്രയോ കാലം പൊളിച്ചിട്ടിരുന്നു. കൃത്യമായിട്ടുള്ള മറുപടി MP ഒരു ഫണ്ട് പോലും കൊടുത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. MP അധികാരത്തിൽ വന്നതിന് ശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടാഴ്ചകൾക്ക് മുമ്പ് ചെറുവള്ളിയിൽ നിന്നും ഈ മരുന്നില്ല എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? ഒന്ന് കാണിച്ചു തരാമോ? അങ്ങനെയുള്ള ആരോപണങ്ങൾ. അതെ, ഇവിടുത്തെ ജനപ്രതിനിധികൾ LDFനെ കുറിച്ച് പറഞ്ഞല്ലോ. രണ്ടാഴ്ചകൾ ജനപ്രതിനിധികളെ മറുപടി MP എന്താണ് ഫണ്ടൊന്നും കൊടുത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാഴ്ചകൾക്ക് മുമ്പും ഇവിടെ ഈ മണിമല പഞ്ചായത്തിൽ ചെറുവള്ളി കുരിശടിയിൽ നിന്നും കരിക്കാട്ടൂർ CCM സ്കൂളിൻ്റെ അതിലൂടെ ഉള്ള ആ റോഡ് ഉദ്ഘാടനം നടന്നിട്ട് 2 ആഴ്ചയായുള്ളൂ. ഇവിടുത്തെ ഭരിക്കുന്ന ഈ ഭരണകക്ഷിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ വന്ന ആ ഉദ്ഘാടന ചടങ്ങിൽ 2.25 കോടി രൂപയാണ്. 2.25 കോടി രൂപയാണ് അവിടെ 2.25 കോടി രൂപ വിനിയോഗിച്ച റോഡ് 2 ആഴ്ചയായുള്ള ഉദ്ഘാടനം നടന്നിട്ട്. PMGSY റോഡിന്റെ PMGSY പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന. ഞാൻ ആദ്യമേ തന്നെ അതുപോലെ പട്ടയ വിഷയത്തെ പറ്റി ചോദിച്ചു. പട്ടയ വിഷയത്തിന്റെ കൂടെ ഒരു മറുപടി പറഞ്ഞോട്ടെ. ഇവിടെ പട്ടയത്തിന്റെ കാര്യങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ ഈ ഒരു മാസത്തിനിടയിൽ പൊന്തമ്പഴ ചതുപ്പ് മേഖലകളിൽ പൊന്തമ്പഴ ഭാഗത്ത് വന്ന് ഒരു പ്രത്യേക കക്ഷി വന്ന് സ്ഥലം പൊന്തമ്പഴ വനം അളന്നു തിരിക്കുവാൻ ഇവിടുത്തെ ഭരണകക്ഷിയുടെ പോലീസ് സഹിതം വന്ന് അവരുടെ സ്വന്തം ഭൂമിയാണെന്നും പറഞ്ഞ് അളന്നു തിരിക്കുവാനായിട്ട് വന്നപ്പോൾ അതിന് ഒത്താശ ചെയ്തു കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ. എങ്ങനെയാണ് ആ കേസ് തോറ്റത്? സുപ്രീം കോടതി കിടക്കുന്ന കേസ് വേണ്ടപ്പെട്ട രേഖകൾ ഹാജരാക്കാത്തതുകൊണ്ട് തോറ്റുപോകുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. കേസ് കക്ഷികൾ ആരാന്ന് ആ കേസില് നിങ്ങളുടെ ഭരണകക്ഷിയുടെ ഒരു കക്ഷിയുടെ അവർക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയില്ല. കേന്ദ്ര ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനോ ഇവിടെ പട്ടയം കൊണ്ടെത്താൻ എന്തുകൊണ്ട് ഈ പ്രാദേശിക നേതാക്കൾക്ക് കഴിഞ്ഞില്ല? അതിന് ഉത്തരവാണ് ശരത്ത് പറയേണ്ടത്.
നിങ്ങളത് പറയുന്നത് ഒരു ചോദ്യം ഞാൻ ഇന്ത്യ മുന്നണിയോടാണ് ചോദിക്കുന്നത്, 4 പേരോട്. NDAയുടെ സാരഥിയായിട്ട് ചോദിക്കുക, കാരണം നിങ്ങൾ ഒരു ടീമാണ്, അപ്പോൾ പിന്നെ ഒരൊറ്റ ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത്. കുറച്ച് മുമ്പേ പ്രസിഡന്റ് പറഞ്ഞിരുന്നു, മുൻ പ്രസിഡന്റ് 5 പേരേ ഉള്ളൂ ഈ 10,000 പേരടങ്ങുന്ന ഈ പഞ്ചായത്തിൽ അതിദരിദ്ര കുടുംബം എന്ന് പറഞ്ഞു. അതായത് ഇനിയും വരുന്ന ഭരണസമിതി കയറുമ്പോൾ ഈ എന്തായാലും ഇവരെ എത്രയും പെട്ടെന്ന് നമ്മൾ ദാരിദ്ര്യക്ക് മുകളിൽ എത്തിക്കുമല്ലോ. അപ്പോൾ ഇത് അതിസമ്പന്ന പഞ്ചായത്തായിട്ട് ഉടൻ പ്രഖ്യാപിക്കുമോ? അങ്ങനെയില്ല, അത് അനൂപിന്റെ പ്രഖ്യാപിക്കാൻ പറ്റുന്നത് എന്താ? അനൂപിന് അതിനെക്കുറിച്ച് അറിയാൻ മേലാണ്. അതിദരിദ്ര കണ്ട് പറയട്ടെ, എന്റെ പൊന്നനിയ പറയട്ടെ, പറയട്ടെ. ഇത് സംബന്ധിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പറയട്ടെ, തദ്ദേശ പറയട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നില്ലേ? അനൂപ് പറഞ്ഞ സമയത്ത് ഞാൻ മിണ്ടാതിരുന്നില്ലേ? ദയവേത് അനൂപ് ഇത് കേൾക്ക്. അല്ല, ഞങ്ങൾ മിണ്ടാതിരിക്കണ്ട, നിങ്ങൾ മിണ്ടാതിരുന്നാലും അത് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കൂ. ഞങ്ങൾ കേട്ടോ അനൂപേ, ഞങ്ങൾ ശരിയായിരുന്നോണ്ടാണ് നിങ്ങൾ മിണ്ടാതിരുന്നത്. അതാ കാര്യം. ഞങ്ങൾ ശരിയായിരുന്നോണ്ടാണ് നിങ്ങൾ മിണ്ടാതിരുന്നത്. ഇരിക്കൂ അനൂപേ, അനൂപ് പ്ലീസ് ഇരിക്കൂ. യെസ്, അടുത്ത 5 വർഷം BJP അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങൾ. അടുത്ത 5 വർഷം നമ്മുടെ പഞ്ചായത്ത് പ്ലീസ് ഇരിക്കൂ. അടുത്ത 5 വർഷം ആ വരത്തില്ലെന്നുള്ളത് നമുക്ക് ആലോചിക്കാം മോനെ. വെറുതെ പൊട്ടന്മാരായിട്ടിരിക്കത്തേ ഉള്ളൂ, എന്നും ഈ അന്ധമായ വിശ്വാസത്തിലിരിക്കത്തേ ഉള്ളൂ. അടുത്ത 5 വർഷം BJPക്ക് ഭരിക്കാൻ സാധിച്ചാൽ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതായിരിക്കും. കുടിവെള്ളം കാലാകാലങ്ങളായി മോട്ടറും അല്ലെ പൊട്ടിയ മോട്ടറും ടാങ്കും മാത്രം നിർബന്ധിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ നിനക്കൊക്കെ മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ഒന്നിനും പറ്റത്തില്ല. കൂവി ജീവിതം തീർക്കും. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങൾ. UDF അധികാരത്തിലെത്തിയാൽ കൃത്യമായിട്ടുള്ള പദ്ധതികളുമായി ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഈ നാട് വിട്ടുപോകുന്ന ആ സ്ഥിതിക്ക് ഒരു പരിഹാരമുണ്ടാക്കുവാൻ ഈ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നമുക്കറിയാം, ഇവിടെ ഈ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ കിട്ടുന്ന സ്ഥലമാണ്. മണിമല 6 ഇഷ്ടം പോലെ ജലം ലഭിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇത്രയും വർഷങ്ങൾ വന്നിട്ട് ഒരു വ്യാവസായിക സ്ഥാപനം ഇവിടെ കൊണ്ടുവരാൻ നമ്മുടെ KJ ചാക്കോയുടെ കാലത്ത് ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇവിടെ കൊണ്ടുവന്നു. 4-5 സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അകത്ത് എത്രയുണ്ടെന്ന് നോക്കുക. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ്. അവിടെ എത്ര പേർക്ക് തൊഴിൽ ലഭിച്ചിരുന്ന അതെല്ലാം പൂട്ടിക്കെട്ടി. പക്ഷേ ഇനിയും ഇവിടെ UDF ഭരണത്തിൽ വന്നാൽ ആ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ആ കാര്യങ്ങൾ പുനർനിർമ്മിച്ച് അത് കൊടുക്കും. രണ്ടാമത് ഈ വേസ്റ്റ്, വീടുകളിലുണ്ടാകുന്ന വേസ്റ്റുകൾ ഇന്ന് വീടുകളെ എല്ലാ കുടുംബനാഥന്മാരും ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു സംഭവം. ഇതിനെപ്പറ്റി ഈ 5 വർഷത്തെ ഭരണസമിതി തിരിഞ്ഞു നോക്കി ഈ വേസ്റ്റ് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനത്തിന് ആദ്യമായിട്ട് തന്നെ UDF ഭരണസമിതി അതിനൊരു പരിഹാരം കാണുമെന്നുള്ള ഉറപ്പാണ്. അതുപോലെ മണിമല ചന്തയിൽ ഈ നിക്ഷേപിച്ചിരിക്കുന്ന ഈ സ്ഥാപനം ഇവിടെ നിന്ന് ഭരണത്തിലേറി 6 മാസങ്ങൾക്കകം ആ സ്ഥാപനം ഇവിടെ നിന്ന് മാറ്റി വേറെ സംവിധാനങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ഇന്നത്തെ റോഡുകളുടെ അവസ്ഥ അറിയാം. ഇന്ന് നിങ്ങൾ പറഞ്ഞു 5 കോടി രൂപ ഉണ്ട്. അത് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ഇവിടെ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. എത്ര രൂപ അതിൻ്റെ അകത്ത് വിനിയോഗിച്ചു? ഞങ്ങളുടെ വാർഡിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ തൊഴിലുറപ്പിൻ്റെ ഈ റോഡാണ് ചെയ്യുന്നത്, ഇത് മണിമല പഞ്ചായത്തിൽ 8-ാം വാർഡിലെ മെമ്പറുടെ ഫണ്ടാണ് ഞങ്ങൾ ഈ 3-ാം വാർഡിൽ വിനിയോഗിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, അദ്ദേഹം മറുപടി പറയണം. 8-ാം വാർഡിലെ മറുപടി പറഞ്ഞു സമയമില്ല. ഒരിക്കൽ കൂടി LDF അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന പരിപാടി ഒരിക്കൽ കൂടി LDF കൺവീനർ LDF കൺവീനർ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഈ ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വരികയും ഞങ്ങളുടെ ഈ ഇപ്പോഴത്തെ ഈ വികസനത്തിന്റെ തുടർച്ച തന്നെ ഇവിടെ സംഭവിക്കുകയും ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ്. മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, മത്സരത്തില്ല. ഇല്ല, വനിതയായി പോയി. ആ സാരമില്ല, എവിടെ വേണമെങ്കിലും മത്സരിക്കാം നമുക്ക്. അപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ സാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്താ?
പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ മുഴുവൻ മങ്ങിക്കിടക്കുകയാണ്. നിങ്ങളൊന്ന് ഈ ടൗണിലേക്കൊന്ന് നോക്കിയാൽ മതി. പറയട്ടെ, ഇത് കേക്ക് പറയട്ടെ. KSTP സ്ഥാപിച്ചിരിക്കുന്ന 16 ലൈറ്റുകൾ ഇന്ന് മിഴി അടച്ചിരിക്കുകയാണ്. ഇത് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞാനിത് അവതരിപ്പിക്കുകയും പഞ്ചായത്ത് ഭരണസമിതി ഉചിതമായ രീതിയിൽ ഇടപെട്ടിട്ടില്ല. ഇന്ന് അത് KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൊടുത്തു കത്ത്. അവിടുന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു ഇത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലാണ് ഇതിൻ്റെ മീറ്റർ. ഈ മീറ്റർ സ്ഥാപിക്കേണ്ടത് പഞ്ചായത്താണ്, പഞ്ചായത്ത് പൈസ അടയ്ക്കണം. അതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുവാനായിട്ട് ഈ പഞ്ചായത്ത് സമിതിക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഗ്രാമീണ മേഖലയിലെ റോഡുകൾ മുഴുവൻ നശിച്ചു കിടക്കുകയാണ്. ഫലപ്രദമായ രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ഫലപ്രദമായ രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്രാമീണ മേഖലയിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി മാറ്റുവാനായിട്ട് പറ്റും. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ കർഷകരെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് കൃഷി ചെയ്യാൻ പറ്റില്ല. വന്യമൃഗങ്ങളുടെ ശല്യം മൂലം കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഫലപ്രദമായ രീതിയിൽ സർക്കാരുമായിട്ട് ആലോചിച്ചുകൊണ്ട് വന്യമൃഗ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാനായിട്ടുള്ള സംവിധാനങ്ങളെത്തി കാർഷിക മേഖലയെ പുനർജീവിപ്പിക്കുവാനായിട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കും. മറ്റൊന്ന്, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുവാൻ വേണ്ടി ക്ലസ്റ്റർ രൂപീകരിച്ചുകൊണ്ട് വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കും. ജെയിംസ് സൈമൺ, എന്താണ് ഇനി മനസ്സിലുള്ളൊരു സ്വപ്ന പദ്ധതി മണിമലയെക്കുറിച്ച്? മണിമല പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഞാൻ അടിവരയിട്ട് പ്രസ്താവിക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പഞ്ചായത്തിൻ്റെ സമഗ്ര മേഖലയുള്ള ഈ പഞ്ചായത്തിൻ്റെ സർവ്വതല സദസ്യായുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഇവിടെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുണ്ട്, സാധാരണക്കാരുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. ജോസഫ് സാർ സൂചിപ്പിച്ച പോലെ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തും. ഇവിടെ തെരുവുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാറ് ഒരു മാസം സ്ഥലത്തില്ലായിരുന്നു. ആ സമയത്ത് കുറേ കമ്മിറ്റികൾ നടന്നു. ആ കമ്മിറ്റിയിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. KSTP ഇവിടെ ലൈറ്റുകൾ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവർ എസ്റ്റിമേറ്റ് തന്നിട്ടുണ്ട്. KSCBയിലേക്ക് നമ്മളത് കത്ത് കൊടുത്ത് എസ്റ്റിമേറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് പണം അടയ്ക്കാൻ വേണ്ടി KSCBയിൽ പഞ്ചായത്ത് പണം അടയ്ക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ തെരുവുവിളക്കുകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വരും. കായിക മേഖലയിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഷിജു പറയട്ടെ, കായിക മേഖലയിൽ പറയാൻ അനുവദിക്കൂ പ്ലീസ്. കായിക മേഖലയിൽ ഈ പഞ്ചായത്ത് ഉണർവ് പ്ലീസ് ഒന്ന് പറയട്ടെ സഹോദരൻ, ഞാൻ പറയട്ടെന്നേ. കായിക മേഖലയിൽ മണിമല പഞ്ചായത്തിലെ ചെറുപ്പക്കാർക്ക്, കായിക താരങ്ങൾക്ക്, അവർക്ക് അവരുടെ കായിക വിനോദത്തിന് കളമൊരുക്കത്തക്ക രൂപത്തിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഒരു മിനിറ്റ് ഒന്ന് പ്ലീസ്, നമ്മുടെ ചെറുപ്പക്കാർക്ക് കായിക വിനോദങ്ങൾക്ക് കളമൊരുക്കത്തക്ക രൂപത്തിൽ നേരത്തെ ഇവിടെ ഈ പൊതുസഭയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട അനുബന്ധ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ ജിബി പറഞ്ഞ പോലെയുള്ള പിറ്റ്, റോയ്സേട്ടൻ പറഞ്ഞ പോലെയുള്ള മറ്റ് അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്ത് വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് വരും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ നമ്മുടെ സാലു പി മാത്യു പറഞ്ഞ ഒരു കാര്യം വളരെ ലാഘവത്തോടെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ചെറുപ്പക്കാർ ഇവിടെ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് തടസ്സപ്പെടുത്താനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിന് അദ്ദേഹം പറഞ്ഞത് ഇവിടെ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഇവിടെ ആരും ചെറുപ്പക്കാർ കൂലിപ്പണിക്ക് വിദേശത്തേക്ക് പോയതായിട്ട് എനിക്കറിയത്തില്ല. അവരെല്ലാം ടെക്നിക്കൽ നോഹ ഉള്ളവരും പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയ ആളുകളാണ്. അവരെ എങ്ങനെ പുനരുദ്ധരിപ്പിക്കാൻ ഒരു പദ്ധതി കോൺഗ്രസ് അത്ര ഒരു പദ്ധതി മുന്നോട്ട് വെച്ചാൽ ആ പദ്ധതിയും ഞങ്ങൾ നടപ്പിലാക്കും. ആ കാര്യത്തിൽ വികസന കാര്യത്തിൽ കോൺഗ്രസിനോടും ഞങ്ങൾക്ക് വിരോധമില്ല. BJP ഏതെങ്കിലും തരത്തിൽ അനൂപ് പായിപ്പാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയാൽ ഞങ്ങൾ വാക്കൂടെ നിൽക്കും. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി വരുമ്പോൾ നിങ്ങൾ കൂടി നമുക്ക് ഈ നാട് വികസിപ്പിക്കും. ഒറ്റ കാര്യം കൂടി ഞാൻ ആത്മാർത്ഥമായി ഒരു കാര്യം കൂടെ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അനു പറഞ്ഞു ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഏതായാലും നമ്മുടെ പുതിയ പഞ്ചായത്ത് ഭരണസമിതി വന്നാൽ ഇത് കേട്ടെ ചേട്ടാ പ്ലീസ്, പുതിയ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ആദ്യം ആ പഞ്ചായത്ത് ഭരണസമിതി എടുക്കാൻ പോകുന്ന തീരുമാനം ബഹുമാന പത്തനംതിട്ട MP ശ്രീ ആന്റോ ആന്റണിക്ക് നമ്മുടെ ഈ ചള്ളക്കുഴി നികത്താൻ ഇവിടെ ടൈല് പാകാൻ ഫണ്ട് അനുവദിക്കുന്നതും പറഞ്ഞ് ഒരു തീരുമാനം കൊടുക്കുകയായിരിക്കും ആദ്യം ചെയ്യുന്നത്. അതുൾപ്പെടെ മണിമല ഗ്രാമപഞ്ചായത്തിലെ ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ
ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കടന്നു വരുവാനുണ്ട്. ആരധികാരത്തിൽ വന്നാലും വളരെ നല്ല നിലയിലേക്ക് ഈ ഗ്രാമപഞ്ചായത്തിനെ ഉയർത്തുവാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി.